84-ാം സങ്കീർത്തനം. ബാറക്കും. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിലൊരു വീടും മീമൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്ന് എത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയമായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷിക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ബാഴക്കും. അഖില മലങ്കര സുവിശേഷ സംഘത്തിൻ്റെ പ്രാർത്ഥനായോഗത്തിൻ്റെയും സംയുക്താഭിമുഖത്തിൽ നടത്തപ്പെടുന്ന ഉപവാസ ധ്യാനത്തിന് സ്വാഗതമരുളുവാനായി ഏറ്റവും പ്രിയപ്പെട്ട ഈ സുവിശേഷ സംഘത്തിൻ്റെ പ്രാർത്ഥനായോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ഗീവറിക്സ് ജോണച്ചനെ സാദരം ക്ഷണിക്കും. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷനും പ്രാർത്ഥനായോഗത്തിൻ്റെ പ്രസിഡന്റുമായിരിക്കുന്ന അഭിയുന്ന എബ്രഹാം മാർ എഫിപ്പാനിയോസ് തിരുമേനി, ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുനാഥനും മലങ്കര സഭയുടെ ഗുരുരത്നമായി ഈ സമീപ സമയത്ത് മലങ്കര സഭ ആദരിച്ച ഇന്നത്തെ ഉദ്ഘാടകനുമായിരിക്കുന്ന ഏറ്റവും വന്ദിനായ ഡോക്ടർ ടി ജെ ജോഷുവാച്ചൻ, ഇന്ന് ധ്യാന പ്രസംഗം നടത്തുന്ന നാഗ്പൂർ സെമിനാരിയുടെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ ബിജേഷ് ഫിലിപ്പച്ചൻ, അഖില മലങ്കര പ്രാർത്ഥനാ യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വന്ദിനായ ജോൺസൺ കല്ലിട്ടതലച്ചൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, കടന്നു വന്നിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ, പ്രാർത്ഥനാ യോഗത്തിൻ്റെയും സുവിശേഷ സംഘത്തിൻ്റെയും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടെത്തിയിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ 114-ാം ഓർമ്മ പെരുന്നാൾ സഭ ആകമാനം ആചരിക്കുകയാണ്. എല്ലാ വർഷവും ഈ പ്രാർത്ഥനാ വാരത്തോടനുബന്ധിച്ച് പ്രാർത്ഥനാ യോഗത്തിൻ്റെയും സുവിശേഷ സംഘത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച ദിവസം ധ്യാനവും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന പതിവുണ്ട്. ഈ വർഷവും അത് നടത്തുവാൻ തക്കവണ്ണം ഇടയാക്കിയ ദൈവത്തെ ആദ്യമായി സ്തുതിക്കുന്നു. പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനി മലങ്കര സഭയുടെ മാത്രമല്ല, ലോക ക്രൈസ്തവ സമൂഹത്തിൻ്റെ പരിശുദ്ധിയുടെ പ്രതീകമാണ്. ആ പുണ്യപിതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ ഒരവസരം ലഭിക്കുന്നത് തന്നെ ഭാഗ്യമാണ്. ഈ ഒരു ശ്രേഷ്ഠമായ ദിവസം നമുക്ക് ലഭിച്ചതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനാ യോഗത്തിൻ്റെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകി ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ പിതാവാണ് അഭിയുന്ന തിരുമേനി. ഏത് കാര്യവും വളരെ സ്വാതന്ത്ര്യമായിട്ട് അദ്ദേഹത്തോട് സംസാരിച്ച് കാര്യങ്ങൾ നടത്തുവാൻ തക്കവണ്ണം എല്ലാ സഹായങ്ങളും ആ വന്യപിതാവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കട്ടെ. ഇന്നത്തെ ഈ സുവിശേഷ സംഘത്തിൻ്റെയും പ്രാർത്ഥനാ യോഗത്തിൻ്റെയും ധ്യാനം നടക്കുന്ന ഈ അവസരത്തിൽ ഈ 2 പ്രസ്ഥാനങ്ങളുടെയും കടന്നു വന്ന ഏവരുടെയും നാമത്തിൽ വന്യപിതാവിനെ വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്
മലങ്കര സഭയുടെ ഗുരുരത്നം, മലങ്കര സഭയിലെ മിക്കവാറും എല്ലാ വൈദികരുടെയും ശ്രേഷ്ഠ ഗുരു, ഞങ്ങളുടെ എല്ലാവരുടെയും മാർഗദർശി, ഞങ്ങൾക്കെല്ലാവർക്കും ഏത് കാര്യവും ഏത് സമയത്തും ചോദിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം മനസ്സുള്ള ഒരു ശ്രേഷ്ഠ പുരോഹിതൻ. എത്ര തന്നെ വിശേഷിപ്പിച്ചാലും അതൊന്നും മതിയാകുകയില്ല. ജോഷുവാച്ചനെ ലഭിച്ചതൊരു ഭാഗ്യമായി കരുതുന്നു. പ്രത്യേകിച്ച് മലങ്കര സഭ അദ്ദേഹത്തെ മലങ്കരയുടെ ഗുരുരത്നമായി ആദരിച്ചതിന് ശേഷമുള്ള ഒരു സമ്മേളനം കൂടിയാണ് പരുമലയിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥനായോഗത്തിൻ്റെ ചുമതല നടത്തുന്നത്. പാമ്പാടിയിൽ വെച്ച പ്രാർത്ഥനായോഗത്തിൻ്റെ അഖില മലങ്കര വാർഷിക സമ്മേളനത്തെ അദ്ദേഹം ആദരിക്കുകയുണ്ടായി. ഇന്ന് ഈ ബഹുമതി ലഭിച്ചതിലുള്ള സന്തോഷവും അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ വന്ദ്യനായ ഡോക്ടർ ടി ജെ ജോഷുവാച്ചനെ വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ധ്യാനം നയിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ ബിജേഷ് ഫിലിപ്പ് അച്ഛനാണ്. അദ്ദേഹം എല്ലാവർക്കും അറിയാം, നാഗ്പൂർ സെമിനാരിയുടെ പ്രിൻസിപ്പലായി സ്തുത്യർഹമായി സേവനമനുഷ്ഠിക്കുന്നു. ഈ സമ്മേളനത്തിലേക്ക് ധ്യാനം നയിക്കുവാൻ ആരെ വിളിക്കണം എന്ന് ബഹുമാനപ്പെട്ട മാനേജർ കുര്യാക്കോസ് അച്ഛൻ ചോദിച്ചപ്പോൾ അച്ഛൻ തന്നെ ഈ പേര് നിർദ്ദേശിച്ച് അദ്ദേഹത്തെ ക്ഷണിക്കുകയായിരുന്നു. കൃത്യസമയത്ത് തന്നെ എത്തി ധ്യാനം നയിക്കുവാൻ തക്കവണ്ണം ഇവിടെ കടന്നു വന്നിരിക്കുന്ന നാഗ്പൂർ സെമിനാരിയുടെ പ്രിൻസിപ്പലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ബിജേഷ് ഫിലിപ്പ് അച്ഛനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ യോഗത്തിൻ്റെ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോൺസൺ കല്ലിട്ടതിൽ അച്ഛൻ വളരെ ശ്രേഷ്ഠമായി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൽ സഹകരിക്കുന്ന വൈസ് പ്രസിഡന്റായിരിക്കുന്ന ജോൺസൺ കല്ലിട്ടതിൽ അച്ഛനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഈ പരിപാടി നടത്തുവാനായിട്ട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്നത് ബഹുമാനപ്പെട്ട ഇവിടുത്തെ മാനേജർ MC കുര്യാക്കോസ് അച്ഛനാണ്. ഇവിടെ കഴിഞ്ഞ ജനുവരിയിൽ പ്രാർത്ഥനായോഗത്തിൻ്റെ ചുമതലയിൽ കുട്ടികൾക്കുള്ള മാർഗനിർദ്ദേശ ക്ലാസ് നടത്തിയപ്പോൾ തന്നെ അഭിമന്യ തിരുമേനിയോടും എന്നോടും ഈ പരിപാടി വളരെ വിജയപ്രദമായി നടത്തുവാൻ തക്കവണ്ണം നമുക്ക് ക്രമീകരണം ചെയ്യണമെന്ന് പറഞ്ഞ് അന്നു മുതൽ തന്നെ അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തരുന്നത് ബഹുമാനപ്പെട്ട MC കുര്യാക്കോസ് അച്ഛനാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ യോഗത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ബഹുമാനപ്പെട്ട KV പോളച്ചൻ, കുരുവിള മാത്യുവച്ചൻ എന്നീ വൈദിക ശ്രേഷ്ഠർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഒരു രണ്ടുപേരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാ യോഗത്തിൻ്റെ വിവിധ ഭദ്രാസന വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, ഡിസ്ട്രിക്ട് കമ്മിറ്റി സെക്രട്ടറിമാർ എല്ലാവരും ഇവിടെ ഹാജരായിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. വന്നു ചേർന്ന പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഓർഗനൈസ് ചെയ്യാൻ എന്നെ സഹായിച്ചത് ഇതിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട ഐസക് തോമസ് ആണ്. അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും കടന്നു വന്നിട്ടുള്ള പ്രത്യേകിച്ച് ജോസഫ് റമ്പാച്ചൻ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഈ സമ്മേളനത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഇതിന് നന്ദി അറിയിക്കുന്നത് സുവിശേഷ സംഘത്തിൻ്റെയും പ്രാർത്ഥനായോഗത്തിൻ്റെയും നിരണം ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോൺ K വർഗീസ് അച്ഛനാണ്. അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലങ്കര സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നും കടന്നു വന്ന് ഈ പരിപാടി വിജയിപ്പിക്കുവാൻ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ പ്രാർത്ഥനയിൽ ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇതിന് വേണ്ട സഹായ സഹനങ്ങൾ ചെയ്തു തന്ന പരിമല സെമിനാരിയുടെ ചുമതലക്കാരായ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരിമല തിരുമേനിയുടെ 114 ഓർമ്മ പെരുന്നാളും പരിശുദ്ധ പ്രഖ്യാപനത്തിൻ്റെ 70ാം വർഷവുമാണ് 2016 പരിമല പെരുന്നാൾ. ജീവിതകാലത്ത്
കൊച്ചു തിരുമേനി എന്നറിയപ്പെട്ടെങ്കിലും ഇപ്പോൾ മലങ്കര സഭയുടെ വലിയ പരിശുദ്ധനാണ് പരിശുദ്ധനായ പരിമല തിരുമേനി. വിശുദ്ധിയുടെ കാവൽഭടനായി ജനഹൃദയങ്ങളിൽ പ്രശോഭിക്കുന്ന പുണ്യാത്മാവാണ്. മുളന്തുരുത്തിയിൽ ജനിച്ചു വളർന്ന് പരിമലയിലെത്തി മലങ്കര സഭയെ പരിപാലിച്ച പരിമല തിരുമേനിയുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ അളവറ്റ കൃപാപഹാരമായിരുന്നു. ക്രിസ്തുവിനെ അനുകരിച്ച മഹാപരിശുദ്ധനാണ് പരിശുദ്ധ പരിമല തിരുമേനി. പരിമല പെരുന്നാളിൽ പങ്കുചേരുമ്പോൾ എല്ലാ അർത്ഥത്തിലും ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമുക്ക് കഴിയണം. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നുവെന്നും നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടെന്നും സദൃശവാക്യങ്ങളിൽ പറയുന്നു. 10-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ. പരിമല തിരുമേനിയുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. പരിമല തിരുമേനി ഉത്തമ ഭരണകർത്താവും അജപാലകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നെന്ന് ചരിത്രമടയാളപ്പെടുത്തുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് ക്രിസ്തു അരുളി ചെയ്തതുപോലെ പരിമലയിൽ എത്തിയ അദ്ദേഹം ജാതിമതഭേദമന്യേ അനേകർക്ക് വെളിച്ചമായി തീർന്നു. സകല അർത്ഥത്തിലും പരിമല തിരുമേനി ജീവിതവും സാക്ഷ്യവും ശോഭയുള്ളതാണ്. ആത്മീയ നിറവിൽ പരിശുദ്ധ പരിമല തിരുമേനി ഉൾക്കൊണ്ട പ്രകാശം അനേകർ പകർന്നു നൽകി. പ്രകാശത്തിൻ്റെയും കരുതലിൻ്റെയും ജീവിത ഭണ്ഡാരം പരിമല തിരുമേനി അനേകർക്കായി തുറന്നുകൊടുത്തു. അതുകൊണ്ടാണ് അനേകം ആളുകൾ പരിമലയിൽ ഖബറിലെത്തി പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനവധിയായി പരിമലയിൽ എത്തുന്നവർക്ക് ലഭ്യമാകുന്നു. ഇത് പരിമല തിരുമേനിയുടെ പ്രത്യേകമായ സാന്നിധ്യവും മധ്യസ്ഥതയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേക വർഷം ഈ ദേവാലയത്തിൽ വസിക്കുവാനും ഇവിടെ താമസിച്ചുകൊണ്ട് അച്ഛനായി മാനേജരായി ഈ കബറിടത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ലഭിച്ച ഭാഗ്യമോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരിമല തിരുമേനി രോഗിയായി കഴിഞ്ഞ കാലത്ത് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ മറ്റുള്ളവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചതായി ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ക്രിസ്തുവിലുള്ള അഗാധമായ വിശ്വാസമാണ് അദ്ദേഹത്തെ നയിച്ചത്. അത് അചഞ്ചലമായ വിശ്വാസമായിരുന്നു. കൂടാതെ മലങ്കര സഭയുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ പരിമല തിരുമേനി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പരിമല തിരുമേനിയുടെ ജീവിതം പ്രാർത്ഥനയുടെ പരിമളമാണ്. പ്രാർത്ഥന ജീവിതം നയിച്ച പുരുഷനാണ് അദ്ദേഹം. നിരന്തരമായി ദൈവസന്നിധിയിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാതൃകയാണ്. നിരന്തരമായി പരിമല തിരുമേനി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് പരിമലയിൽ വിശ്വാസികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും എത്തിച്ചേരുന്നത്. പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ജനങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത പിതാവാണ്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച ഇടയനാണ് പരിശുദ്ധ പരിമല തിരുമേനി. ജീവിത വിശുദ്ധിയുടെയും പ്രതീകമായിരുന്നു. പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ അദ്ദേഹം പഠിപ്പിച്ച പ്രാർത്ഥന, സ്നേഹം, വിശ്വാസം, പരിജ്ഞാനം തുടങ്ങിയ ജീവിത മാതൃകൾ ഉൾക്കൊള്ളുവാൻ കഴിയണം. പരിമലയിൽ പ്രാർത്ഥനയ്ക്ക് തീർത്ഥാടകരായി എത്തുന്നവർ കൂടുതൽ ആത്മവിശുദ്ധിയിൽ നിറയണം. പരിമല തിരുമേനിയുടെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ പങ്കെടുക്കുവാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന്
പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാകുന്നു ചെയ്യുന്നത്. എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വന്നുചേർന്ന എല്ലാ വിശുദ്ധരെയും വിശുദ്ധരെന്നാണ് ഞാൻ ഓർപ്പിച്ചത്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വിശുദ്ധ മക്കളാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാകുന്നു ചെയ്യുന്നത്. ഇന്ന് വന്നുചേർന്ന എല്ലാവർക്കും ഇവിടെ ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നാം ഏത് കാര്യം പറയുമ്പോഴും പരിമല തിരുമേനിയുടെ ഈ സ്ഥാപനത്തിലുള്ള മാനേജർ അച്ഛൻ MC കുറിയാക്കോസ് അച്ഛൻ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥന യോഗത്തിലും സുവിശേഷ സംഘത്തിൻ്റെയും എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്നു. നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മിസ്റ്റർ ജോർജ് ഒക്കെയും ധാരാളം പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വന്നുചേർന്ന് എല്ലാവരോടുമുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. ദൈവം നമ്പുരാൻ നമ്മളെ എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വെളിവു നിറഞ്ഞോരീശു നിൻ വെളിവാ കാണുന്നു വിളിവിയടിയ രകിലാധാരമത വിളിവും നീ കാന്ത്യഞങ്ങളെ നീ താതൻ കതിരിശോഭിപ്പിക്കുന്നു. ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ നമ്മുടെ തലകളെ വണക്കി കർത്തൃസാന്നിധ്യം നമ്മോട് കൂടെ ഉള്ളത് പ്രത്യേകമായി ഓർത്തുകൊണ്ട് അവിടുത്തെ അനുഗ്രഹ ആശസ്സുകൾക്ക് വേണ്ടി ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മാളിക മുറിയിൽ പ്രാർത്ഥനാ നിരതരായി കൂടിയിരുന്ന ശിഷ്യ സമൂഹത്തോട് നിങ്ങൾക്ക് സമാധാനം എന്നരുളിക്കൊണ്ട് ആണിപ്പഴുതുള്ള കരങ്ങൾ അവരിലേക്ക് നീട്ടി അവരുടെ നടുവിൽ എഴുന്നള്ളിയവനായ കർത്താവിനെ അവർ കണ്ടു. ഹൃദയം നിറയെ കുളിർമ അനുഭവിച്ചു. അതേ വിധത്തിൽ നമ്മുടെ ഉൾക്കണ്ണുകളെ തുറന്ന് ആണിപ്പഴുതുള്ള കരങ്ങൾ നീട്ടി നമ്മെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം നമ്മുടെ നടുവിൽ എഴുന്നള്ളിയിരിക്കുന്ന നമ്മുടെ കർത്താവിനെ കണ്ടുകൊണ്ട്, കർത്താവെ, ഞങ്ങളുടെ കൂടിവരവും ഞങ്ങളുടെ ഈ പ്രാർത്ഥനായജ്ഞവും ഞങ്ങളുടെ ജീവിതത്തിന് പ്രത്യേകമായ പുതുജീവനും ശക്തിയും പകരുവാൻ തക്കവണ്ണം അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ കൃപ ഞങ്ങളിൽ വർഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകൾ നിൻ്റെ ഇഷ്ടപ്രകാരവും ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ധ്യാനം നിൻ്റെ തിരുമുൻപാകെ പ്രസാദകരവുമായിരിക്കുമാറാകണമേ. ആമേൻ. അഭിവന്യ തിരുമേനി, വന്യ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ഈ ഒരു ദിവസം ഈ പുണ്യസങ്കേതത്തിൽ പ്രതീക്ഷാനിർഭരമായ ഹൃദയത്തോടെ അനുഗ്രഹപ്രാപ്തിക്കായിട്ടുള്ള അഭിനിവേശത്തോടെ ഒന്നു ചേർന്ന് പ്രാർത്ഥനയിൽ ചെലവിടുകയാണ്. ഇത് അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ ഒരു വലിയ സമൂഹം മലങ്കരയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആത്മീയമായിരിക്കുന്ന അഭിനിവേശത്തോടെ വന്നെത്തിയിരിക്കുമ്പോൾ അത് സഫലമാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ളത്. ആമുഖമായി മാത്രമാണ് ഉള്ളത്. ഇന്നത്തെ പ്രധാന ധ്യാനം നയിക്കുന്നത് ബഹുമാനപ്പെട്ട ബിജേഷ് ഫിലിപ്പച്ചനാണ്.
ഞാനതിൻ്റെ ഉദ്ഘാടനം മാത്രമാണ് നിർവഹിക്കുന്നത്. പരിമിതമായ സമയം കൊണ്ട് നമുക്ക് അതിനുള്ളൊരു വിഷയമായി ഞാൻ എടുത്തിരിക്കുന്നത് അടുത്തു ചെല്ലുക എന്നുള്ളതാണ്. ഡ്രോ നിയർ. ഇതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ തന്നെ ആഹ്വാനം ചെയ്യാനുള്ളത്. പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായ ലേഖനത്തിൽ കൂടി ഒന്നിലധികം പ്രാവശ്യം തൻ്റെ അനുവാചകരോട് ഓർമ്മിപ്പിക്കുന്ന, അവരെ ആഹ്വാനം ചെയ്യുന്ന സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ ഡ്രോ നിയർ, അടുത്തു വരിക, സമീപിക്കുക എന്നാണ്. 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ അതുണ്ട് എബ്രായ ലേഖനം. 10-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അതുണ്ട്. അത് വളരെ ശക്തമായ നിലയിൽ അപ്പോസ്തലൻ ഈ തൻ്റെ അനുവാചകരോട് ആഹ്വാനം ചെയ്യുന്ന സന്ദേശമാണ് ഡ്രോ നിയർ, അടുത്തു വരിക എന്നുള്ളത്. ഇന്ന് നമ്മോടും ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. നമ്മൾ ആരോടാണ്? അതിന് ആധാരമായി ഞാൻ എടുത്തിരിക്കുന്ന വാക്യം നമുക്കൊന്ന് കേൾക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. ഇതിൻ്റെ പുതിയ പരിഭാഷയും കൂടി ഞാൻ വായിക്കട്ടെ. ബൈബിൾ സൊസൈറ്റിയുടെ പുതിയ പരിഭാഷയാണ്. അതുകൊണ്ട് ധൈര്യം പൂണ്ട് കൃപയുടെ ഇരിപ്പിടമായ ദൈവസിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. യഥാസമയം നമ്മെ സഹായിക്കുന്ന കൃപ നാം അവിടെ കണ്ടെത്തുകയും ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മൾ ആരോടാണ് അടുത്തു വരിക എന്ന് പറയുന്നത്? ഒന്നുകിൽ അകന്നു പോകുന്നവരോട് നമ്മൾ പറയും അടുത്തു വരിക എന്ന്, അല്ലെങ്കിൽ നിശ്ചലമായി നിഷ്ക്രിയരായി നിസ്സംഗരായി ഒരേ നിലയിൽ നിൽക്കുന്നവരോട് പറയും ഇങ്ങോട്ട് അടുത്തു വരിക എന്ന് നാം പറയും. ഇത് രണ്ടും നടക്കുന്നതാണ് സാധാരണ ജീവിതത്തിൽ. ആത്മീയ അനുഭവത്തിൽ പറയുമ്പോൾ ദൈവികതയിൽ നിന്നും ആധ്യാത്മികമായ അനുഭവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു വിഭാഗം ഇന്നുണ്ട്. ലോകത്തിൻ്റെ ആസക്തി, ജഡത്തിൻ്റെ പോരാട്ടം, അതുപോലെ തിന്മയുടെ ശക്തിയുടെ കടുതായ സ്വാധീനം, ഇവ മൂലമായി അകന്നു പോകുന്നവരുണ്ട്. അവരോട് പറയുന്നു അടുത്തു വരിക എന്ന്. മറ്റൊരു കൂട്ടരുണ്ട്, ഞങ്ങൾക്കിതൊന്നുമേ ബാധകമല്ല എന്ന വിധത്തിൽ നിസ്സംഗരായി അങ്ങനെ ഇരുണ്ട് വെളുപ്പിച്ച് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്ന നിഷ്ക്രിയരായി കഴിയുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. അവരോടും പറയുന്നത് എന്താ? ഇങ്ങോട്ടൊന്ന് അടുത്തു വരിക എന്നാണ്. നമ്മുടെ ഈ ധ്യാനത്തിൽ നാം പ്രാപിക്കുവാനായിട്ടുള്ളത്, ലക്ഷ്യമാക്കുവാനായിട്ടുള്ളത് എന്ത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇന്ന് പലരും അകന്നു നിൽക്കുന്നവരുണ്ട്. ഇന്ന് പലരും അങ്ങനെ ആ നിൽക്കുന്ന നിലയിൽ വർഷങ്ങളായി അവിടെ തന്നെ നിലകൊള്ളുന്നവരുണ്ട്. അതിനേക്കാൾ ഉപരിയായി കൂടുതൽ അടുത്ത ഒരു ബന്ധത്തിലേക്ക്, ഫോർ എ മോർ ഇൻറ്റിമേറ്റ് ആൻഡ് ക്ലോസ് റിലേഷൻഷിപ്പ്, അടുത്ത ബന്ധത്തിലേക്ക് വരുവാൻ നമ്മെ ക്ഷണിക്കുകയാണ്. ആ ക്ഷണമാണ് നമുക്കിവിടെ ഇന്ന് കേൾക്കുവാനായിട്ടുള്ളത്. എവിടേക്കാണ് നാം അടുത്തു വരേണ്ടത്? അതാ ചോദ്യം. അടുത്തു വരേണ്ടത് കൃപാസനത്തിലേക്ക്, കൃപയുടെ ഇരിപ്പിടത്തിലേക്ക്. അതിന് പഴയ നിയമ പശ്ചാത്തലമുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ കൃപാസനം എന്ന് വായിക്കുന്നത് സാക്ഷിയിൻ പെട്ടകത്തിൻ്റെ ഉപരിതലത്തിൽ
രണ്ടു വശത്തുമായി കെറൂബുകൾ ചിറക് വിളിച്ചു നിൽക്കുന്ന മധ്യത്തിലുള്ളതായ ആ സ്ഥലമാണ് കൃപാസനം. ആണ്ടിലൊരിക്കൽ പാപപരിഹാര ദിവസത്തിൽ മഹാപുരോഹിതൻ യാഗത്തിൻ്റെ രക്തവുമായി അകത്തേക്ക് പ്രവേശിച്ച് അവിടെ തളിക്കുന്നതിൽ കൂടി പാപമോചനം ലഭിക്കുന്നു, കൃപ അതിൽ നിന്ന് പ്രവഹിക്കുന്നു. ജനങ്ങൾക്ക് നാനാവിധമായിരിക്കുന്ന കൃപകൾ പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള കൃപയുടെ ഇരിപ്പിടം എന്നുള്ള നിലയിലാണ് അത് കൃപാസനം എന്ന് പേരിട്ടിരിക്കുന്നത്. അത് പഴയ നിയമത്തിലെ പശ്ചാത്തലമാണ്. എബ്രായ ലേഖനം പഠിക്കണം എങ്കിൽ ഈ പഴയ നിയമ പശ്ചാത്തലം നന്നായി മനസ്സിലാക്കിയെങ്കിലേ ഒക്കുകയുള്ളൂ. പോകട്ടെ, നമുക്ക് അതല്ല ഇന്നത്തെ നമ്മുടെ കൃപാസനം. ഇന്നത്തെ നമ്മുടെ കൃപാസനം കർത്താവായ യേശു ക്രിസ്തുവാണ്. അവിടുന്ന് നമുക്ക് യാഗമായി തൻ്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം നാം ഒരുമിച്ച് കൂടുമ്പോൾ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം മറ്റൊന്നുമല്ല, കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ അർപ്പിച്ച് രക്ഷയുടെ ഉറവ നമുക്ക് വേണ്ടി തുറന്നു തന്ന ആ മഹത്തായ ദിവസം എന്നുള്ളതാണല്ലോ ഇന്നിൻ്റെ പ്രാധാന്യം. ആ ദിവസത്തിൽ ആ കൃപയുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ കൃപ കാൽവറിയിൽ അവിടുന്ന് സജ്ജമാക്കിയത് അതിൻ്റെ തൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒന്ന് അടുത്തു വരുവാനായിട്ടാണ്. ദൈവസന്നിധിയിലേക്ക് എപ്പോഴാണ്, എങ്ങനെയാണ് നമുക്ക് അടുത്തു വരുവാൻ കഴിയുന്നത്? പ്രാർത്ഥനയിൽ കൂടി, നമ്മുടെ ആരാധനയിൽ കൂടി വി എൻറ്റർ ഇൻടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതാ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത്, നാം തൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട് എന്ന്. ആരാധന എന്ന് പറയുന്നത് കേവലം കുറേ പ്രാർത്ഥനകൾ ഉരുവിടുന്നതല്ല, ചില അംഗവിക്ഷേപങ്ങൾ നടത്തുന്നതല്ല. അതിലെല്ലാം ഉപരിയായി ദൈവ സാന്നിധ്യത്തിലേക്കുള്ളൊരു പ്രവേശനമാണ്. ആ സാന്നിധ്യത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ആ ബന്ധത്തിൽ ചെലവിടുന്ന നിമിഷങ്ങൾക്കാണ് ആരാധന എന്ന് പറയുന്നത്. അതിന് പ്രാർത്ഥനകളും മറ്റനുബന്ധ കാര്യങ്ങളൊക്കെ സഹായകമാണ്. എങ്കിലും ഔത്യന്തികമായ ലക്ഷ്യം തിരുസാന്നിധ്യത്തിൽ, അതാ ദാവീദ് പറയുന്നത് 43-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ യാഗപീഠത്തിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവസന്നിധിയിലേക്ക് ചെല്ലും. ആനന്ദമാണ് ഇവിടെ ദാവീദിന്. അതാണ് ഇവിടെ പ്രത്യേകം ഓർക്കുവാനായിട്ടുള്ളത്. നമ്മുടെ ആരാധനയെ സംബന്ധിച്ചുള്ള ഈ ഒരു സങ്കല്പം, ഞാൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക്, കൃപകളുടെ ഉറവിടത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്ന അവസരമാണ്. എൻ്റെ പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ, ആരാധനയുടെ അവസരങ്ങൾ എന്നുള്ള ഒരു ചിന്തയോടും അത്തരത്തിലുള്ള പ്രതീക്ഷയോടുമാണ് നാം ആരാധനയിൽ സംബന്ധിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് എവിടേക്കാണ് നമുക്ക് അടുത്തു വരുവാനുള്ളത്? കൃപകളുടെ എല്ലാം ഇരിപ്പിടമാകുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. പിന്നെ ചിന്തിക്കുവാനുള്ളത്, എന്തിനു വേണ്ടിയാ അടുത്തു വരേണ്ടത്? ഇപ്പം നിങ്ങൾ കേട്ടു, നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ദൈവ സംസർഗത്തിലെന്ന്. ഇവിടെ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നത്, ഒന്ന് കരുണ ലഭിക്കുവാൻ, 2 തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാൻ അടുത്തു വരിക എന്നാ. കരുണ ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും ആവശ്യം, ഈ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ഉണ്ടാവുക എന്നുള്ളതാണ്. കുരുടന്മാർ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചത്, ദാവീദ് പുത്ര ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നുള്ളത്. ചുങ്കക്കാരൻ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് മാറത്തടിച്ച് ഏറ്റവും ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചത്, എന്നോട് കരുണയുണ്ടാകണമേ എന്ന്. നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും വലുതായി, ഏറ്റവും അധികമായി നാം ആവർത്തിക്കുന്ന ഒന്ന്
കുറിയലൈസോൻ, കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന്. ഇത് തന്നെയാണ് 103-ാം സങ്കീർത്തനത്തിൽ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ചൊല്ലുന്നത്. അപ്പൻ്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഈ കരുണ അതാണ് അതിലാണ് നമ്മുടെ ആശ്രയം. അതിനാണ് ഞാൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നത്. ദൈവത്തിൻ്റെ ആർദ്രത, ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കുവാൻ ഞാൻ അവിടുത്തെ കൃപാസനത്തിൻ്റെ സന്നിധിയിൽ എത്തുന്നു. രണ്ടാമത് അവിടെ പറയുന്നത് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ നാം പ്രാപിക്കുവാൻ അവിടേക്ക് അടുത്തു വരണം എന്നുള്ളതാണ്. ഓരോ സമയത്തും ഓരോ കൃപയാണ് നമുക്ക് ആവശ്യം. അതാ തൽസമയത്ത് യഥാസമയം വേണ്ടിയിരിക്കുന്ന കൃപ എന്തോ അത് പ്രാപിക്കുവാൻ ഞാൻ രോഗിയായിരുന്ന സമയത്ത് എനിക്ക് ആവശ്യമായിരുന്ന കൃപ എന്താ? രോഗസൗഖ്യമാണ്. ഞാൻ പ്രസംഗിക്കുവാൻ നിൽക്കുമ്പോൾ എനിക്ക് ആവശ്യമായിരിക്കുന്ന കൃപ ആത്മപ്രചോദനമാണ്. ഞാൻ വഴിമുട്ടി നിൽക്കുന്നു, എങ്ങോട്ട് പോകണ്ടു, ഇനി എന്താ എടുക്കേണ്ടത്, ഏത് മാർഗമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ജീവിതത്തിൽ പലപ്പോഴും നാം പ്രയാസപ്പെടുന്ന ഘട്ടമുണ്ട്. അപ്പോഴാവശ്യമായിരിക്കുന്ന കൃപ സൗഖ്യമല്ല, പ്രചോദനമല്ല, മാർഗദർശനം, വഴി എന്ത് എന്നറിയുവാൻ ആവശ്യമായിരിക്കുന്നത്. പ്രലോഭനത്തിൽ പലപ്പോഴും ആകാം. ആ സമയത്ത് ആത്മനിയന്ത്രണത്തിൻ്റെ കൃപ, അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണമുള്ളത്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആവശ്യമായിരിക്കുന്ന കൃപ യഥാസമയം ലഭിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് തൽസമയത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്ന കൃപ ഒരു വീട്ടമ്മയ്ക്ക് വേണ്ടിയിരിക്കുന്ന കൃപയല്ല, ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയിരിക്കുന്നത്, ഒരു ഭിഷഗ്വരന് വേണ്ടിയിരിക്കുന്ന കൃപയല്ല, ഒരു അധ്യാപകന് വേണ്ടിയിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ അവസരത്തിലും ഓരോ ജീവിതത്തിൻ്റെ തുറയിലും ആവശ്യമായിരിക്കുന്ന കൃപ എന്തോ അത് തൽസമയത്ത് ലഭിക്കുവാനായി നാം അടുത്തു ചെല്ലണം എന്നാ പറയുന്നത്. The divine grace at the right time, in the right manner. ഇത് നമ്മുടെ ഒരു വലിയ അനുഭവമായി നാം എടുക്കേണ്ടതാണ് ജീവിതത്തിൽ. അതുകൊണ്ട് എന്തിനായിട്ട് നാം ഈ കൃപാസന സന്നിധിയിലേക്ക് വരണം? കരുണ പ്രാപിക്കുവാൻ, തൽസമയത്ത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ ആവശ്യത്തിലും എന്ത് കൃപയോ വേണമോ അത് ലഭിക്കുവാൻ അവിടേക്ക് വരണം. ഇത് ജീവിതത്തിൻ്റെ ഒരു ഭക്തി ജീവിതത്തിൻ്റെ അനുഭവമാണ്. അത് മറ്റെങ്ങുമല്ല പോകുന്നത്. പ്രശ്നക്കാരൻ്റെ അടുക്കലും അല്ലെങ്കിൽ മറ്റാരുടെ അടുക്കലും അല്ല പോകുന്നത്. എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ, കൃപയുടെ ഉറവിടമാകുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് തക്ക സമയത്ത് ആ കൃപ നമുക്ക് ചൊരിഞ്ഞു തരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ദീർഘകാലമുള്ള ഒരു അനുഭവമാണ്. പ്രയാസങ്ങൾ വന്നിട്ടുള്ള ഘട്ടങ്ങൾ ഏറെയുണ്ട്. ആ സമയത്തൊക്കെയും ഈ കൃപ തക്ക സമയത്ത് ആവശ്യമായത് ലഭിച്ചിട്ടുണ്ട് എന്ന് സാക്ഷിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നാം പ്രതീക്ഷയോടെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെ നാം കടന്നു വരണം എന്ന് ഇവിടെ പറയുന്നു. എന്തിനായിട്ട്, എവിടേക്ക് കടന്നു വരണം, എന്തിനായിട്ട് കടന്നു വരണം, മൂന്നാമത് എങ്ങനെ നാം കടന്നു വരണം. ഇവിടെ പറയുന്നു 10-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. 10-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം എന്ന. ഇവിടെ
പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്ന വസ്തുത അതാണ്. പരമാർത്ഥ ഹൃദയത്തോടെ, ഹൃദയ നൈർമല്യത്തോടെ, കാപട്യത്തിൻ്റെയും വഞ്ചനയുടെയും അതുപോലെ തന്നെ മറ്റെല്ലാ തരത്തിലുള്ളതായ തിന്മയുടെയും ആ പശ്ചാത്തലത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ, ദൈവത്തിൻ്റെ കൃപാസനത്തിൽ ചെന്നാൽ നിനക്കൊരു കൃപയും ലഭിക്കില്ല. ദൈവത്തിൻ്റെ കൃപ എന്തുകൊണ്ടാണ് പലർക്കും ലഭിക്കാതെ പോയത്? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാണല്ലോ, എന്തായി എനിക്ക് കിട്ടാഞ്ഞത്? പരിമല പോയതാണ്, നേരത്തെ ഇട്ടതാണ്, എനിക്കത് കിട്ടിയില്ലല്ലോ. കിട്ടണം എങ്കിൽ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് വരണം. നിന്റെ ഹൃദയം നേരുള്ളതല്ലായകയാൽ നിനക്കിതിലൊരു പങ്കും ഇല്ല എന്ന് ഒരാളോട് പത്രോസ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വഞ്ചന നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ ആഗ്രഹിച്ച് ഒരുവൻ അതിനുവേണ്ടി അപ്പോസ്തലനെ സമീപിച്ചു. ആരാ? ശിമോൻ. അറിയാവുന്ന സ്ത്രീകളൊക്കെ ഇവിടെയുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? നിന്റെ ഹൃദയം നേരുള്ളതല്ല, അതുകൊണ്ട് നിനക്കിതിലൊരു ഓഹരിയും പങ്കും ലഭിക്കയില്ല. ഹൃദയം നേരില്ലാത്ത അനുഭവത്തിൽ വക്രതയും കാപട്യവും നിറഞ്ഞ ഹൃദയത്തോടെ എത്ര ചെന്ന് പ്രാർത്ഥിച്ചാലും, കബറിൽ കിടന്ന് മുഷിപ്പായി പ്രാർത്ഥിച്ചാലും ഒന്നും കിട്ടുകയില്ല. കിട്ടണം എങ്കിൽ നമ്മിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവണം. ആ മാറ്റമാണ് വിത്ത് എ സിൻസിയർ ഹാർട്ട്, പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ശുദ്ധ മനസാക്ഷിയോടെ കടന്നു വരണം. ഇവനെയും എല്ലാം പറ്റിച്ച് കുറെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയാൽ എല്ലാം നേരെയാകും എന്ന് വിചാരിക്കുന്നത് വ്യർത്ഥമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരണം. രണ്ടാമത് നാം വായിക്കുന്നു, പൂർണ്ണ ധൈര്യം പൂണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക എന്ന്. എന്താ പൂർണ്ണ ധൈര്യം പൂണ്ട് വരുവാൻ സാധിക്കുന്നത്? ഞാൻ പോകുന്നത് ആരുടെ അടുക്കല? സ്നേഹവാനായ പിതാവിൻ്റെ അടുക്കല. അതായത് എനിക്ക് പൂർണ്ണ ധൈര്യമുള്ളത്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്ന സ്നേഹനിധിയായ എൻ്റെ പിതാവിൻ്റെ അടുക്കലാണ് ഞാൻ ചെല്ലുന്നത് എന്നുള്ള ചിന്തയാണ്. മാത്രമല്ല, നമ്മുടെ ബലഹീനതയിൽ മനസ്സലിയുവാൻ, സഹതപിക്കുവാൻ കഴിയുന്ന ഒരാൾ, അതിനേക്കാൾ ഉപരി പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഈ ലോകത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും നേരിട്ട് അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ കർത്താവിൻ്റെ മുമ്പാകെ. അതുകൊണ്ടാണ് എനിക്ക് ധൈര്യമുള്ളത്. ബിക്കോസ് ഹി ഈസ് മൈ ലവിങ് ഫാദർ ഹു കെയർസ് ഫോർ മീ. എനിക്ക് വേണ്ടി കരുതുന്ന, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ എല്ലാ ആവശ്യങ്ങളെയും അറിയുന്ന ആ സ്നേഹവാനായ പിതാവായതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ ചെല്ലാം. അതുകൊണ്ടാണ് പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്. പിതാവിൻ്റെ അടുക്കൽ ചെല്ലുന്നത് എപ്പോഴും സന്തോഷത്തോടെയാണ്, ധൈര്യത്തോടെയാണ്. ഏതോ അജ്ഞാത ശക്തിയുടെ മുമ്പിലല്ല, ഏതോ ഉഗ്രമൂർത്തിയുടെ മുമ്പിലല്ല, നമ്മെ സ്നേഹിക്കുന്ന ആ പിതാവിൻ്റെ മുമ്പിൽ എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത്, നീ എങ്ങനെ ചെല്ലണം? പൂർണ്ണ ധൈര്യത്തോടെ ചെല്ലുക എന്നുള്ളത്. മൂന്നാമത് ഒന്നുകൂടിയുണ്ട്, പൂർണ്ണ വിശ്വാസത്തോടെ കടന്നു വരിക. 10:22 നിങ്ങൾ വായിച്ചാൽ അറിയാം, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് അടുത്തു വരിക. ആ വിശ്വാസമാണ് ഏറ്റവും പ്രധാനമായി ഇവിടെ ഊന്നി പറയുന്നത്. അതായത് എൻ്റെ കർത്താവ് മാറ്റമില്ലാത്തവനാണ്. ആ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. He is the same yesterday, today and forever. And I have absolute faith in him. എൻ്റെ കർത്താവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. മറ്റു പലരിലും വിശ്വസിച്ചാൽ അത് അപകടത്തിലാവും. ലോകത്തിൽ ആരെയും വിശ്വസിക്കുവാൻ ഒക്കില്ല. ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ പലരെയും വിശ്വസിച്ചു, ഒന്നും എനിക്ക് പറ്റിയില്ല.
എല്ലാം പരാജയത്തിലായി എന്നാൽ എനിക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരാളുണ്ട്, മാറ്റമില്ലാത്തവരായി. അതുകൊണ്ടാണ് പറയാവുന്നത്, വിശ്വാസത്തിൻ്റെ സ്ഥിരതയോട് കൂടി നമുക്ക് അവിടത്തേക്ക് കടന്നു വരുവാൻ സാധിക്കും. 3 കാര്യങ്ങൾ ഈ എങ്ങനെ സമീപിക്കണം എന്നുള്ളതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. എൻ്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുകയല്ല, കൂടുതൽ സമയം വിദേശത്തിന് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് നാം പരമാർത്ഥ ഹൃദയത്തോടെ, ഹൃദയം വെടിപ്പാക്കിക്കൊണ്ട് നിർമ്മല ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. മാത്രമല്ല നല്ല ധൈര്യത്തോടെ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ അബ്ബാ, പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ മുമ്പാകെ നാം മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെയാകുന്നു. വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് ആൻഡ് സോ വി ക്യാൻ അപ്രോച്ച് ഹിം. അവിടുത്തെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ നമുക്ക് കടന്നു വരാം. ബിക്കോസ് ഹി ഈസ് മൈ ലവിങ് ഫാദർ. മാത്രം പോരാ, വിശ്വാസവും കൂടി വേണം. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, എൻ്റെ കർത്താവ് മതിയായവനാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിനും അവിടുന്ന് ഒരിക്കലും ആരെയും വഞ്ചിച്ചിട്ടില്ല. ലോകത്തിൽ പലരും, ഞാൻ ആശ്രയം വെച്ചിരുന്ന പലരും ഒരു പക്ഷേ എനിക്ക് നിരാശപ്പെടുത്തി എന്ന് വരാം. മക്കളിൽ ആശ്രയിച്ച പലരും നിരാശപ്പെട്ടിട്ടുണ്ട്. സമ്പത്തിൽ ആശ്രയിച്ച പലരും ആ വിധത്തിലായിട്ടുണ്ട്. ഞാൻ പറയും, നമുക്ക് ഈ ലോകത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കാവുന്ന കർത്താവാണ്. അതുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്കൊന്ന് വരാം. എന്തായിരുന്നു അപ്പോസ്തലൻ ആഹ്വാനം ചെയ്ത്? ഡ്രോ നിയർ, ഇങ്ങോട്ടൊന്ന് അടുത്തു വരിക. അകന്നു നിൽക്കുന്ന ഏവരുമേ, നിഷ്ക്രിയരായി നിസ്സംഗരായി കാലമായി കഴിഞ്ഞുകൂടുന്ന നിങ്ങളോട് പറയുന്നു, നിങ്ങളൊന്ന് അടുത്തു വരിക. എവിടേക്കാ വരേണ്ടത്? കൃപയുടെ സിംഹാസനത്തിൻ്റെ സന്നിധിയിലേക്ക്. എന്തിനായിട്ടാണ് വരുന്നത്? കരുണ പ്രാപിക്കുവാൻ. മാത്രമല്ല, തക്ക സമയത്ത് ആവശ്യമായിരിക്കുന്ന കൃപകൾ എന്തോ അത് പ്രാപിക്കുവാൻ. എങ്ങനെ വരണം? കടന്നു വരേണ്ടത് നിർമ്മല ഹൃദയത്തോടെ, പൂർണ്ണ ധൈര്യത്തോടെ, പൂർണ്ണമായ വിശ്വാസത്തോടെ തൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കൃപകളെ പ്രാപിച്ച് അനുഗ്രഹീതമായ അനുഭവത്തിൽ തുടരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ ഉദ്ഘാടനത്തിൽ ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ഈ സന്ദേശം ഒറ്റ വാക്കിൽ പറയാം, അടുത്തു വരിക എന്നുള്ളത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ ഇതുവരെ ജീവിച്ചതിനേക്കാൾ ഒരു പടി കൂടി അടുത്ത് ജീവിക്കുവാൻ, ചരിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ഈ ധ്യാനവും ഇവിടുത്തെ കൂടിവരവും എനിക്കിടയാകണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെയൊക്കെയും ഹൃദയത്തിൽ ഉയരട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിച്ചുകൊണ്ട് നമ്മുടെ തുടർന്നുള്ള ധ്യാനവും അതിനോട് ചേർന്ന് ദൈവികമായ പാതയിലേക്ക് നമ്മെ നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ബിജേഷ് വിൽപ്പച്ചനെ ധ്യാനത്തിനായിട്ട് ക്ഷണിക്കുക. വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നതിലും അധികമായി ഞങ്ങളെ സ്നേഹിക്കുകയും വഴി നയിക്കുകയും ചെയ്യുന്ന ദൈവമേ, അവിടുത്തെ കൃപാസനത്തിലെങ്കിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് നൽകുന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്പോൾ കേട്ടതായ അനുഗ്രഹകരമായ ദിവ്യ വചനത്തെ ഓർത്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തട്ടെ. കർത്താവേ, നിർമ്മലരായി തിരുസന്നിധിയിൽ കടന്നു വരുവാൻ വചനം ഞങ്ങളെ അറിയിച്ചു. തിരുസന്നിധിയിൽ നിൽപ്പാനും കൃപയെ പ്രാപിക്കുവാനും തക്കവണ്ണമുള്ള നൈർമല്യം ഞങ്ങൾക്കിനിയുമില്ല. ദൈവമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ, വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് വേണ്ടതായി വെളിച്ചം നൽകണമേ. തിരുസന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിക്കുന്നു, വിധേയപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ, ധീരതയോടെ,
വിശുദ്ധിയോടെ തിരുസന്നിധിയിൽ ആയിരിക്കാൻ ഞങ്ങളെ തുടർന്നും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുറവുള്ള ബലഹീനമായിരിക്കുന്ന ഈ പ്രാർത്ഥനകൾ സ്വർഗീയ സിംഹാസനത്തിൻ്റെ മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയും ആക്കി തീർക്കുമാറാകണമേ. ആമീൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ എപ്പിഫാന്യോസ് തിരുമേനി, മലങ്കര സഭാ ഗുരുരത്നം വന്ദ്യനായ TJ ജോഷുവാച്ചൻ, പരമല സെമിനാരി മാനേജർ ബഹുമാനപ്പെട്ട MC കുറിയാക്കോസ് അച്ചൻ, ബഹുമാനപ്പെട്ട ഗീവർഗീസ് ജോണച്ചൻ, ബഹുമാനായ ജോൺ കെ വർഗീസ് അച്ചൻ, മറ്റ് വന്യ വൈദിക ശ്രേഷ്ഠരെ, റമ്പാച്ചന്മാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഉദ്ഘാടന പ്രസംഗത്തിലൂടെ വളരെ അനുഗ്രഹകരമായ ധ്യാനത്തിൻ്റെ ഒരാരംഭം വന്ദ്യനായ സ്വർണ്ണനാവുകാരനായ അനുഗ്രഹീത ധ്യാനഗുരുവും പ്രഭാഷകനുമായ ബഹുമാനപ്പെട്ട TJ ജോഷച്ചൻ നമുക്ക് നൽകിക്കഴിഞ്ഞു. പരിശുദ്ധ പരുമല തിരുമേനിയുടെ പെരുന്നാളിൻ്റെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥനായോഗങ്ങളുടെയും സുവിശേഷ സംഘത്തിൻ്റെയും കൂടിവരവാണല്ലോ ഇത്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സെമിനാരിയിൽ പഠിച്ച് ഇറങ്ങിയ സമയം കാത്തിരിപ്പിൻ്റെ നാളുകളിൽ പ്രാർത്ഥനായോഗങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ വെച്ച് ആദ്യമായി ഒരു കാത്തിരിപ്പ് യോഗം ഒന്നിച്ചുകൂടാം കാത്തിരിക്കാം എന്ന പേരിൽ നടത്തുകയുണ്ടായി. അതിലൊക്കെ സംബന്ധിച്ച ചുരുക്കം ആളുകളെങ്കിലും ഇവിടെ ഇപ്പോൾ ഉണ്ടാകും. പരിശുദ്ധാത്മാവെ ഞങ്ങളെ നവീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ നയിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടി വളരെയധികം ആളുകൾ 3 ദിവസക്കാലം ഇവിടെ കൂടി താമസിച്ച് പ്രാർത്ഥിച്ച് ജാഗരണം നടത്തി ആത്മനിറവിന് വേണ്ടി. നമ്മുടെ കൂടിവരവുകൾ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടട്ടെ. തുടർന്നും നമുക്ക് ദിവ്യാത്മാവിൻ്റെ നേതൃത്വവും നടത്തിപ്പും അനുഭവിക്കാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. പരിശുദ്ധ കഷ്ടാനുഭവയാഴ്ചയുടെ തൊട്ടു മുമ്പ്, ആ ശനിയാഴ്ച ഓശാനപ്പെരുന്നാളിന് മുമ്പ് ലാസറിൻ്റെ ശനിയാഴ്ചയായിട്ട് സഭ ആചരിക്കും. ലാസറിന് ക്രിസ്തു നൽകിയ മരണത്തിൽ നിന്നുള്ളതായ വീണ്ടെടുപ്പിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന വേദഭാഗമാണ് ഇന്ന് അല്പസമയം ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നോയമ്പിൽ 40 ദിവസത്തെ നോയമ്പിൻ്റെ അനുഭവം കഴിഞ്ഞിട്ട് കഷ്ടാനുഭവാഴ്ചയിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പായി അല്പം സന്തോഷകരമായ ഉയർപ്പിൻ്റെ ഒരനുഭവം ലാസറിൻ്റെ സംഭവത്തിലൂടെ നാം ഓർക്കുകയാണ്. അത് വലിയ നോയമ്പിൻ്റെ അവസാനം, കഷ്ടാനുഭവാഴ്ചയുടെ അവസാനത്തിൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ആ മഹാപെരുന്നാളിലേക്കുള്ള ഒരു മുൻ ആസ്വാദനമായിട്ടും നമുക്ക് കണക്കാക്കാം. പരിശുദ്ധ പരുമല തിരുമേനിയുടെ പെരുന്നാളിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ ധ്യാനങ്ങളും പ്രസംഗയോഗങ്ങളും ഒക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് നമുക്ക് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലുമായി പരാമർശിക്കപ്പെടുന്ന ലാസറിൻ്റെ ജീവിതത്തിൽ ബഥാന്യയിലെ കുടുംബത്തിൽ ക്രിസ്തു ഇടപെടുന്നതിനെ സംബന്ധിച്ച് ധ്യാനിക്കുവാനായിട്ട് ശ്രമിക്കാം. നമുക്ക് വളരെ പരിചയമുള്ളതായ വേദഭാഗമാണ്. മശിയ തമ്പുരാൻ വളരെയധികം സ്നേഹിച്ച ഒരു കുടുംബം. മാർത്തയും മറിയയും അവരുടെ സഹോദരൻ
ലാസറുമുള്ള ആ കുടുംബത്തിൽ ക്രിസ്തു പലപ്പോഴും സന്ദർശിച്ചിട്ടുണ്ട്. ക്രിസ്തു വളരെയധികം സ്നേഹിക്കുകയും താല്പര്യപ്പെടുകയും ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ചെയ്ത ആ ഒരു കുടുംബത്തിൽ വന്നു ഭവിച്ചതായ വളരെ വേദനാജനകമായിരിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് നാം ഇവിടെ വായിക്കുന്നു. അപ്രതീക്ഷിതമായി കടന്നു വന്നതായ രോഗം അത് മരണത്തിലേക്ക് നയിച്ചു. യേശുതമ്പുരാൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. ദൂരെയായിരുന്ന ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് മധ്യസ്ഥരെ രോഗവിവരം അറിയിക്കാൻ തക്കവണ്ണം ആ കുടുംബം അയക്കുന്നു. ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് അത് പറയുന്ന നിമിഷം മുതൽ ലാസറിനെ ഉയർപ്പിക്കുന്നതുവരെയും അതേ തുടർന്നും ഉള്ളതായ സംഭവങ്ങൾ ഈ 2 അധ്യായത്തിലായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലുമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ ലാസറിനെ അറിയാൻ ശ്രമിക്കുന്നതിലുപരിയായി ലാസറിന് ജീവൻ നൽകിയ ക്രിസ്തുവിനെ അറിയാനും അനുഭവിക്കാനും നമുക്ക് ശ്രമിക്കാം. മശിഹാ തമ്പുരാനെ അറിയുന്നതും അനുഭവിക്കുന്നതും അനുസരിക്കുന്നതുമാണല്ലോ യഥാർത്ഥ ജീവൻ. സമൃദ്ധമായ ജീവൻ പകരാൻ തക്കവണ്ണം ചരിത്രത്തിലേക്ക് എഴുന്നള്ളി വന്ന ക്രിസ്തുവിനെ ഒന്നടുത്തറിയാൻ തക്കവണ്ണം നമുക്ക് ഈ തിരുവചന ഭാഗം ഉപയോഗിക്കാം. ഒന്നാമത്, വലിയ പ്രതിസന്ധിയുടെ നടുവിൽ പ്രതീക്ഷയുണർത്തുന്ന യേശുവിൻ്റെ മുഖം നമുക്കിവിടെ കാണാം. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത സാഹചര്യത്തിൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുവാൻ സഹായിക്കുന്ന ക്രിസ്തുവിൻ്റെ ഇടപെടൽ. ദീനമായി കിടക്കുന്നു ലാസർ എന്ന് പറഞ്ഞു വന്ന് ആളുകൾ അറിയിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ക്രിസ്തു നൽകുന്ന മറുപടി തന്നെ അതിന് വ്യക്തമായിരിക്കുന്ന ഉദാഹരണമാണല്ലോ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ. ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിനായിട്ടത്രേ. രോഗത്തോടും നഷ്ടങ്ങളോടും പ്രതിസന്ധികളോടും ഒരു ദൈവവൈതൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിപ്പിക്കുവാനും കൂടെ ഈ വചനം നമ്മെ സഹായിക്കുകയാണ്. വളരെ സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യം അറിയുമ്പോൾ ക്രിസ്തു വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അതിനോട് പ്രതികരിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയാണ്. തുടർന്നുള്ളതായ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഈ സംഭവം, ഈ രോഗവും ആ രോഗത്തെ തുടർന്നുണ്ടായ മരണവുമൊക്കെ വിശ്വാസവർദ്ധനവിന് വേണ്ടിയാണ്. ബന്ധപ്പെടുന്ന ആളുകൾ വിശ്വാസത്തിൽ ബലപ്പെടുന്നതിനും വളരുന്നതിനും വേണ്ടിയാണ് എന്ന് ഓർപ്പിക്കുന്നു. എന്നാൽ ഈ ഭാഗത്ത് തന്നെ സാധാരണ മാനുഷിക സമീപനം ഇങ്ങനെയുള്ള വിഷയങ്ങളോട് എന്താണെന്നുള്ളതും നമുക്ക് പഠിക്കുവാനായിട്ട് അവസരം ലഭിക്കുന്നുണ്ട്. യേശുതമ്പുരാൻ ബഥാന്യയിലേക്ക് വരുമ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു എന്നുള്ള വിധത്തിൽ സഹോദരികൾ സംസാരിക്കുന്നു. 4 ദിവസമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്ന അനുഭവം നമുക്കവിടെ കേൾക്കുവാനായിട്ട് കഴിയും. ദുർഗന്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇനി കല്ല് മാറ്റിയിട്ട് കാര്യമില്ല. പൊതുവെ നിരാശാജനകമായിരിക്കുന്ന ചില സ്വരങ്ങളാണ് അവിടെ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ ആ വേർപാടിൽ വേദനിക്കുന്ന കുടുംബത്തോട് പങ്കുചേർന്ന് കരയുവാനായിട്ട് വന്നതായ മറ്റ് യഹൂദന്മാരിൽ ചിലർ ക്രിസ്തുവിനെ അല്പം ഒന്ന് വിമർശിച്ചുകൊണ്ട് ഒരു പരാമർശം നടത്തുന്നത് 11-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ധന് കാഴ്ച നൽകിയ ഇദ്ദേഹത്തിന് ഈ മനുഷ്യന്റെ മരണം ഒഴിവാക്കുവാൻ കഴിയുമായിരുന്നില്ലേ? ഈ ഒരു അവസരം കുറ്റപ്പെടുത്തുവാനും ഉപയോഗിക്കുകയാണ്. അപ്രതീക്ഷിതമായ പ്രതിസന്ധികളിൽ പരിഭവവും പരാതിയും ഭയവും ഒളിച്ചോട്ടവും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നമുക്ക് പലപ്പോഴും കേൾക്കുവാനും കാണുവാനും കഴിയും. എന്നാൽ നാം ഇന്ന് കേട്ടതുപോലെ കൃപാസനത്തിലെങ്കിലേക്ക് അടുത്ത് വന്ന് കൃപ പ്രാപിക്കുന്നവരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവർ എപ്പോഴും പ്രത്യാശ പകരുന്നവരായിരിക്കും, പ്രത്യാശയോടെ ചിന്തിക്കുന്നവരായിരിക്കും.
ധീരതയോടെ പ്രതീക്ഷയോടെ കാര്യങ്ങളെ നേരിടുവാൻ തക്കവണ്ണമുള്ള കൃപയാണ് വിശ്വാസം. അതിൻ്റെ സൂചനയാണ് മശിഹാ തമ്പുരാൻ ഇവിടെ നമുക്ക് നൽകുന്നത്. ഒരു മകൾ മരിച്ചതായ ഒരു കുടുംബത്തിൽ അവരെ ഒന്ന് കാണാനും ആശ്വസിപ്പിക്കാനും കടന്നു ചെന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് അവരുടെ വീടിൻ്റെ വരാന്തയിൽ എഴുതി വച്ചിരിക്കുന്നതായ ഒരു ദൈവവചനമാണ്. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നോർത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആശ്വാസവും പ്രചോദനവും നൽകുന്ന ഇടപെടൽ. യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് പറയുന്നത് മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും സാധ്യമാകുന്നു. രോഗവും നഷ്ടങ്ങളും മരണവും ഒക്കെ വേദനാജനകമായ സംഭവങ്ങളും അനുഭവങ്ങളുമാണ്. എന്നാൽ അതിനോടൊക്കെയുള്ള ഒരു ദൈവികമായിരിക്കുന്ന പ്രതികരണം ക്രിസ്തു നൽകുന്നതാണ്. അന്ധനായിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഇതിവൻ്റെ കുറ്റമാണോ, ഇവൻ്റെ മാതാപിതാക്കളുടെ പ്രശ്നമാണോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കുമ്പോഴും ക്രിസ്തു കൊടുക്കുന്ന മറുപടി ഈ വിധത്തിലുള്ളതാണല്ലോ, ഇത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. അപ്പൊ ജീവിതത്തിലെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു ചിന്ത ലഭ്യമായി കഴിഞ്ഞാൽ എത്ര പ്രതീക്ഷയോടും പ്രത്യാശയോടും കാര്യങ്ങളെ നേരിടുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായിട്ട് തീരും. അങ്ങനെ വരുമ്പോൾ എല്ലാം ജീവിതത്തിൽ ഓപ്പർച്യൂണിറ്റീസാണ്, എല്ലാം അവസരങ്ങളാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്. അതിനുവേണ്ടിയാണല്ലോ നാം എന്നും പ്രാർത്ഥിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണം. ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഓരോ അനുഭവങ്ങളിലൂടെയും അവിടുത്തെ നാമം മഹത്വപ്പെടണം. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം അവസരങ്ങളായി കരുതുവാനും കാണുവാനും കഴിയും. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി നമുക്കറിയാം, കുന്നംകുളം പ്രദേശത്ത് രോഗബാധയുണ്ടായ സന്ദർഭത്തിൽ അതിനെ അവസരമാക്കി മാറ്റി. എന്തിന്? ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം. അവിടേക്ക് പോകുന്നതിന് മുമ്പ് കോട്ടയത്ത് തടസ്സം പിടിച്ച ആളുകളെയൊക്കെ പാമ്പാടി ദേറായിൽ കയറ്റിയിരുത്തി പ്രാർത്ഥിച്ച് പോകാനായിട്ട് ഒരുങ്ങുന്ന അവസരത്തിൽ തിരുമേനി അവരോട് ചെറിയ ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ അവരെ ഓർമ്മിപ്പിച്ചു, 1935 വാത്സല്യ മക്കളെ, ദൈവത്തിൻ്റെ കഴിവും ശക്തിയും ജനം അറിയണം. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവർത്തനം അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പരിഭ്രമിക്കുന്നത്. ധൈര്യപ്പെടുവിൻ. ദൈവത്തിൻ്റെ മഹത്വം ജനമറിയണം. രോഗവും പ്ലേഗും പ്രശ്നങ്ങളെയും പോലും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അതിനോട് പ്രതികരിക്കാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ഒരു പരിശുദ്ധന്റെ ചിത്രം നമുക്കിവിടെ ലഭ്യമാവുകയാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള എത്രയെത്ര സംഭവങ്ങൾ. ഏത് സാഹചര്യങ്ങളിലും നിരാശപ്പെടാതെ ദൈവാശ്രയത്തോടെ തികഞ്ഞ വിശ്വാസത്തോടുകൂടി ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതായ സമീപനം. ധാരാളം സംഭവങ്ങളുള്ളതിൽ ഒരു കാര്യം മാത്രം ഒന്ന് എടുത്തു പറയട്ടെ. കോട്ടയത്ത് കുരിശുപള്ളിയിൽ ഉണ്ടായ ഒരു സംഭവം ചിലരൊക്കെ കേട്ടിട്ടുള്ളതാണ്. കുരിശുപള്ളിയിലെ പ്രധാനപ്പെട്ട കുരിശ് ആദ്യ സമയത്ത് ത്രോണോസിൻ്റെ നേരെ മുമ്പിലായിരുന്നത് കൊണ്ട് അത് ഒന്ന് മാറ്റിയാൽ മാത്രമേ ആളുകൾക്ക് ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ മദ്ബഹായിലേക്ക് വേണ്ട രീതിയിൽ കാണാനായിട്ട് പറ്റൂ എന്നുള്ളൊരു ചിന്ത വന്നു. എന്നാൽ അത് മാറ്റുന്നത് ശരിയല്ലെന്നുള്ളതായ വാശി പിടിച്ച കുറേയധികം ആളുകൾ, രണ്ടു കൂട്ടരും തമ്മിൽ പ്രശ്നമായി, സംഘർഷമായി. ആ സമയത്ത് അന്ന് മലങ്കര മെത്രാപ്പോലിത്തായിരുന്ന പ്രഗത്ഭനായ പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനി അതിലിടപെട്ടു. എന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. ഒടുവിൽ പുലിക്കോട്ടിൽ തിരുമേനി പരിശുദ്ധ പരിമല തിരുമേനിയുടെ സഹായം തേടി. പരിശുദ്ധ പരിമല തിരുമേനി പിതാവ് പറഞ്ഞതനുസരിച്ച് കുരിശുപള്ളിയിൽ ചെന്നു. ചെന്ന ഉടനെ തന്നെ പ്രാർത്ഥനയും ഉപവാസവുമായി 3 ദിവസം പ്രാർത്ഥനയിൽ ദൈവാശ്രയത്തോടെ ധ്യാനത്തോടെ പള്ളിക്കുള്ളിൽ ചെലവിട്ടതിന് ശേഷം 3-ാം ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് പരിശുദ്ധ പരിമല തിരുമേനി അവിടെ കൂടിയ ജനത്തോടായി ഹൃദയസ്പർശിയായിട്ട് കുരിശിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തു. കുരിശെന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ
പരസ്പരം കീഴ്പ്പെടുത്തുവാൻ നിന്നിരുന്നതായ വിഭാഗീയ ചിന്തയുണ്ടായിരുന്ന ആളുകൾ ഒന്നും തിരിച്ച് പ്രതികരിക്കാതെ പൂർണ്ണമായും തിരുമേനി പറഞ്ഞത് സ്വീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് കുരിശ് മാറ്റി അതിന് പറ്റിയ സ്ഥലത്തേക്ക് നീക്കി സ്ഥാപിക്കാൻ തക്കവണ്ണം ഒരുമിച്ച് കടന്നു വരികയാണ്. തിരുമേനി തന്നെ അവിടെ നിന്ന് അതിന് നേതൃത്വം നൽകിയതായിട്ട് പറയുന്നു. കാരണം ഈ കുരിശ് ഈ ഒരു ശ്രമത്തിൽ ഒടിഞ്ഞു പോയാൽ അത് വീണ്ടും പ്രശ്നമാകുമെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ഒന്നും സംഭവിക്കാതെ വളരെ സമാധാനപൂർവമായി ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണെന്നുള്ളത് മശിഹാ തമ്പുരാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നതിനെ ഒരു വലിയ ജീവിത സന്ദേശമായിട്ടെടുത്താൽ ജീവിതം എത്ര അനുഗ്രഹകരമാവുകയാണ്. എല്ലാം ദൈവ മഹത്വത്തിനു വേണ്ടിയാണ്. ലാസർ രോഗിയായി കിടക്കുന്നു എന്ന് കേട്ടിട്ട് യേശുതമ്പുരാൻ 2 ദിവസവും കൂടെ കൂടുതൽ താമസിച്ചാണ് അവിടേക്ക് വന്നതെന്ന് നാം വായിക്കുന്നുണ്ട്. 11-ാം അധ്യായം 6-ാം വാക്യം. ലാസർ രോഗിയായി കിടക്കുന്നു എന്ന് കേട്ടിട്ടും ക്രിസ്തു 2 ദിവസവും കൂടെ അവിടെ തന്നെ താമസിച്ച്, ആദ്യം എവിടെ വെച്ചത് കേട്ടുവോ അവിടെ തന്നെ തുടരുകയാണ്. ഉറങ്ങുകയാണ് ലാസർ എന്ന് യേശുതമ്പുരാൻ പറഞ്ഞതിനെ ശിഷ്യന്മാർ തെറ്റിദ്ധരിച്ചപ്പോൾ യേശു സ്പഷ്ടമായിട്ട് പറയുന്നു, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാതിരുന്നതിനാൽ നിങ്ങൾ നിമിത്തം ഞാൻ സന്തോഷിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ വിശ്വസിക്കുവാൻ ഇത് കാരണമാകുമല്ലോ. ഡിലേഡ് ഡിവൈൻ ഇന്റർവെൻഷൻ ഈസ് ഫോർ സ്ട്രെങ്തനിങ് ആൻഡ് ഡീപ്പനിങ് അവർ ഫെയ്ത്ത്. ദൈവം തമ്പുരാൻ നാം ആഗ്രഹിക്കുന്ന സമയത്തും രീതിയിലുമായിരിക്കുകയില്ല നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. ദൈവനാമം മഹത്വപ്പെടുന്നത് ജനം വിശ്വാസത്തിൽ ശക്തീകരിക്കപ്പെടുന്നത് കൂടിയാണ്. അനുഗ്രഹങ്ങളും ദൈവികമായിരിക്കുന്ന അത്ഭുതാവഹമായിരിക്കുന്ന ഇടപെടലുകളും അനുഭവിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുകയാണ്, ദൈവത്തിലുള്ള ആശ്രയം ശക്തിപ്പെടുകയാണ്. എന്നാൽ അതിലേക്ക് ചിലപ്പോൾ നമ്മളെ ദൈവം നയിക്കുന്നത് കാലതാമസം വരുത്തിക്കൊണ്ടായിരിക്കും. യേശുതമ്പുരാൻ സ്നേഹിക്കുന്ന, ക്രിസ്തുവിനെ അനുസരിക്കുന്ന ആളുകളുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാനാവിലെ കല്യാണത്തിന് ക്രിസ്തുവും മാതാവും ശിഷ്യന്മാരും എല്ലാം ഉണ്ടായിട്ടും വീഞ്ഞു തീർന്നു പോകുന്നു. യേശുതമ്പുരാൻ പറഞ്ഞിട്ട് പടകിറക്കി അക്കരയ്ക്ക് യാത്ര പോകുന്ന ശിഷ്യന്മാർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ കാറ്റും കോളും അനുഭവിക്കുന്നു. ഇവിടെയും ഈ യേശു സ്നേഹിച്ച കുടുംബത്തിലും ഈ പ്രശ്നമുണ്ടാകുന്നു. എന്നിട്ടും സമയത്ത് ക്രിസ്തുവിന്റെ ഇടപെടൽ അവർക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു. അതിനെക്കുറിച്ച് അല്പം പരിഭവത്തോടുകൂടി ആ സഹോദരികൾ സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം തമ്പുരാന് അറിയാം ഏത് സമയത്ത് ഏത് വിധത്തിൽ സഹായിക്കണം, ഇടപെടണമെന്നുള്ളത്. ഇവിടെ കാലതാമസം കൂടുതൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടിയാണ്. 4.5 വയസ്സായിട്ട് എൻ്റെ മൂത്ത മകൻ നടക്കാൻ തുടങ്ങിയിരുന്നില്ല. പ്രാർത്ഥനകളും പല ചികിത്സകളുമൊക്കെ നോക്കിയിട്ട് നടക്കാതെ വന്നപ്പോൾ അല്പം വേദന അവശേഷിക്കുന്ന അവസരത്തിൽ വെല്ലൂർ ഹോസ്പിറ്റലിൽ കടന്നു ചെന്നു. അവിടെ പീഡിയാട്രിക് ഡെവലപ്മെൻറ്റിൻ്റെ ഹെഡായിരുന്നൊരു ഡോക്ടർ MC മാത്യുവിനെ കാണാൻ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. രാത്രി വളരെ വൈകി. ഡോക്ടറെ കാണുന്നതിന് ഒരല്പ സമയം മുമ്പാണ് മറ്റു കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നതായ അവൻ ഒന്ന് പിച്ച് വെച്ച് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്ന് വീണിട്ട് വീണ്ടും എഴുന്നേറ്റ് അല്പം മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോൾ ഞങ്ങളുടെ കണ്ണിൽ കണ്ണുനീരും ഹൃദയത്തിന് ദൈവത്തിന് സ്തുതിയും നിറഞ്ഞു. ഞാൻ ഓർത്തു, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെ നോർമലായിട്ട് കമന്നു വീഴുകയും എഴുന്നേറ്റിരിക്കുകയും നടന്നു നീങ്ങുകയും ചെയ്യുമ്പോൾ ആ വിധത്തിൽ ദൈവത്തെ ഓർക്കാൻ, ദൈവത്തിൻ്റെ കൃപയെ ധ്യാനിക്കുവാൻ, സ്തുതി അർപ്പിക്കാൻ നമുക്ക് പൊതുവെ പലപ്പോഴും സാധിക്കാറില്ല. കാലതാമസം വന്നിട്ട് വീണ്ടും കാര്യങ്ങൾ നേരെയാകുമ്പോൾ ദൈവത്തെ കൂടുതൽ ഓർക്കാൻ, വിശ്വാസത്തിൽ ബലപ്പെടാൻ, ദൈവനാമം മഹത്വപ്പെടാൻ സംഗതിയാവുകയാണ്. നമുക്കൊക്കെ അങ്ങനെയുള്ള ധാരാളം അവസരങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം.
ചില രോഗസന്ദർഭങ്ങളിൽ ടെമ്പറേച്ചർ 100 ഡിഗ്രിക്ക് മുകളിൽ തന്നെ നിൽക്കുകയാണ്. 3 ആഴ്ചയായിട്ട് ഒരു മാറ്റവുമില്ല. അതിനുശേഷം പെട്ടെന്നൊരു നിമിഷം നേഴ്സ് നോക്കിയിട്ട് നോർമൽ എന്ന് പറയുമ്പോൾ ആ വാക്ക് പോലും കേൾക്കുന്നത് ഒരു സുവിശേഷമായിട്ടായിരിക്കും. എന്തുകൊണ്ട് ഇത്രയും ദിവസം കാലതാമസം വന്നു എന്ന് ചിലപ്പോൾ നാം ചിന്തിച്ചേക്കാം. കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടാനും കൂടുതൽ വിശ്വാസത്തിൽ ബലപ്പെടാനും തക്കവണ്ണം നമുക്ക് ലഭിക്കുന്ന അവസരം, ക്രിസ്തു കേട്ട ഉടനെ ബഥാന്യയിലേക്ക് ഓടിച്ചെന്ന് ഉയർപ്പ് നടത്തുകയില്ല. ഇവിടെ കാലതാമസം വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശ്വാസം അപ്രതീക്ഷിതമായ പ്രതിസന്ധിയിലും നന്മയ്ക്കായിട്ടുള്ള ധൈര്യവും പ്രത്യാശയുമാണ്. ആധുനിക ഭാഷയിൽ ഇതൊരു വലിയ പോസിറ്റീവ് തിങ്കിങ് ആണ്. വിശ്വാസത്തെക്കുറിച്ച് ഇങ്ങനെയൊരു ചിന്ത വായിക്കാനായിട്ടിടയായി. ഫെയ്ത്ത് ഈസ് ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈവൻ വെൻ യു ഡോണ്ട് സീ ദി ഓൾ staircases. Faith is the bird that feels the light when the dawn is still dark. Faith is to believe what you do not see. The reward of this faith is to see what you believe. സ്റ്റെയർകേസ് അതിൻ്റെ മുകളിലോട്ട് ചെല്ലുമ്പോൾ എന്താകുമെന്നോ മുകളിലത്തെ നില എന്താണെന്നോ കാണാതെ തന്നെ സ്റ്റെയർകേസിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പ്രതീക്ഷയോടെ കാലുവെക്കുന്ന അനുഭവമാണ് വിശ്വാസമെന്ന് പറയുന്നത്. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ അപ്പുറത്തേക്ക് പറന്നാൽ പ്രകാശം കാണുമെന്ന പ്രതീക്ഷയോടെ ഒരു പക്ഷി ചിറക് വിടർത്തുന്നത് പോലെയാണ് വിശ്വാസത്തിന്റെ അനുഭവം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസമെന്ന് നമുക്ക് മനപ്പാഠം അറിയാം. എന്നാൽ ഈ വിശ്വാസത്തിന്റെ അനന്തരഫലം കാണാത്ത കാര്യങ്ങളെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതിനെ ഒരു നാൾ നേരിൽ അനുഭവിക്കാൻ തക്കവണ്ണം കഴിയും എന്നുള്ളതാണ്. ദൈവമഹത്വം ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാകുന്നത് വലിയ സ്വാതന്ത്ര്യമാണ്. ഈ ലോകത്തിൽ മഹത്വവും പ്രതാപവും തേടുവാനുള്ള മനുഷ്യന്റെ വ്യഗ്രതയെയും പ്രലോഭനത്തെയും ചൂഷണം ചെയ്തുകൊണ്ടാണ് ആധുനിക ആഗോള സംസ്കാരം പ്രബലമായിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു സ്വാതന്ത്ര്യം ലഭിക്കാൻ, ദൈവമേ ഞങ്ങളുടെ നാമമല്ല നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണം, നിന്റെ നാമം മഹത്വപ്പെടണം എന്ന് ചിന്തിക്കാൻ കഴിയുന്നത് അനുഗ്രഹകരമാണ്. 1 കൊരിന്ത്യർ 10-31 വാക്യത്തിൽ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവിൻ. അടുത്തതായി ക്രിസ്തുവിനെ നമ്മളിവിടെ പരിചയപ്പെടുമ്പോൾ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് ത്യാഗാത്മകമായ സ്നേഹം പ്രാവർത്തികമാക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രമാണ്. വിശ്വാസത്തിന്റെ ഫലമാണ് സ്നേഹം ത്യാഗത്തോടെ പ്രായോഗികമാക്കാനുള്ള പ്രചോദനം. യേശുദമ്പുരാൻ ബഥാന്യയിലേക്ക് ഈ സംഭവം അറിഞ്ഞ് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ശിഷ്യന്മാർ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഗുരു, യഹൂദയിലെ ജനങ്ങൾ അങ്ങയെ കല്ലെറിയാൻ ഭാവിച്ചിട്ട് അധിക കാലം ആയില്ലല്ലോ, എന്നിട്ടും അങ്ങ് വീണ്ടും അവിടേക്ക് തന്നെ പോവുകയാണോ? അവിടേക്ക് ചെന്നു കഴിഞ്ഞാൽ പ്രതിസന്ധികളും പീഡനങ്ങളും വീണ്ടും നേരിടാനിടയാകുമെന്ന് ശിഷ്യന്മാർ ഓർമ്മിപ്പിച്ച് ആ യാത്രയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ സ്നേഹത്തിന്റെ നിർബന്ധം കൊണ്ട് ക്രിസ്തു എന്തു വന്നാലും വന്നുകൊള്ളട്ടെ എന്ന് കരുതി പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, അവനോടുകൂടി മരിക്കേണ്ടതിന് നാമും പോകാം. അത് നമ്മുടെ പരിശുദ്ധനായ മർത്തോമാ ശ്ലീഹായായിരുന്നു. മർത്തോമാ ശ്ലീഹായെക്കുറിച്ച് വളരെയധികം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പിതാവായിരുന്നു. വടക്കേന്ത്യയുടെ ആധുനിക കാലത്തെ വലിയ മിഷണറിയായിട്ട് അറിയപ്പെടുന്ന അഭിവന്യ സ്തേപ്പാനോസ് മാർ തേവോദോസ് തിരുമേനി. തിരുമേനി മർത്തോമാ ശ്ലീഹായെക്കുറിച്ച് മലങ്കര സഭയിൽ ഒരിക്കൽ ലേഖനം എഴുതിയപ്പോൾ അതിൽ പരാമർശിച്ചിരുന്നു, യേശുദമ്പുരാൻ ഉയർത്തെഴുന്നേറ്റ് ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മർത്തോമാ ശ്ലീഹ ഇല്ലാതിരുന്നത്
മർത്തോമാ സ്ലീഹായുടെ ധൈര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു സൂചനയാണെന്ന്. കാരണം മറ്റുള്ളവരൊക്കെ ഭയപ്പെട്ട് വിറങ്ങലിച്ച് പേടിച്ച് മുറിക്കുള്ളിൽ ഇരിക്കുമ്പോൾ എന്തു വന്നാലും വന്നുകൊള്ളട്ടെ എന്ന് കരുതി മർത്തോമാ സ്ലീഹായ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ തക്കവണ്ണമുള്ള ഒരു വിശ്വാസ ധൈര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. മർത്തോമാ സ്ലീഹായെക്കുറിച്ച് ഉള്ള പൈതൃകം പറയുന്ന നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായ മാർഗത്തിൽ ഇടുക്കവും ഞെരുക്കവുമുള്ള കുരിശിൻ്റെ പാത തേടുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കൂടുതൽ കൂടുതൽ പ്രകടമാകും, വെളിവാകും. അഭിമന്യ തേമോഥെയോസ് തിരുമേനി ആ കാലഘട്ടങ്ങളിൽ നിരന്തരം പറയുമായിരുന്നു, നമ്മുടെയൊക്കെ പല പള്ളികളും സഭയുമെല്ലാം ഇന്ന് വടക്കേന്ത്യയിലും സിറ്റികളിലൊക്കെ ഒത്തിരി എസ്റ്റാബ്ലിഷ്ഡായി. ഇനി നമുക്ക് ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലണം, പാവപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് ക്രിസ്തുവിനെ നമുക്ക് കൈമാറണം, സ്നേഹവും വെളിച്ചവും പകരണം. പക്ഷേ വേണ്ട രീതിയിൽ അത് സാധ്യമാകാതിരുന്നതിൻ്റെ അല്പം ഒരു ദുഃഖം ആ തിരുമേനിയുടെ ജീവിതാന്ത്യത്തിലും ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിലേക്ക് വടക്കേന്ത്യ വന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കേന്ത്യയിൽ നിന്ന് ധാരാളം ആളുകൾ ജോലിക്ക് വേണ്ടി കടന്നു വരുന്നു. സുവിശേഷ സംഘത്തിൻ്റെയും പ്രാർത്ഥനയോഗങ്ങളുടെയും ഒക്കെ ഒരു മീറ്റിംഗ് കൂടി ആയതുകൊണ്ടാണ് ഞാനിതിവിടെ ഓർപ്പിക്കുന്നത്. ഇവിടെ പ്രാർത്ഥനയോഗങ്ങൾ നടക്കുമ്പോഴും സുവിശേഷ കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോഴും ഒക്കെ പലപ്പോഴും നമ്മുടെ പള്ളിക്കുള്ളിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പള്ളിയിലെ അംഗങ്ങളുടെ ഇടയിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു അനുഭവമായിട്ട് പരിമിതപ്പെട്ട് നിൽക്കുകയാണ്. എന്നാൽ ഇങ്ങനെ കടന്നു വന്നിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയോഗം, അതിനെക്കുറിച്ചൊന്ന് സ്വപ്നം കാണാൻ കഴിയുമോ? പരദേശികളെ കരുതുന്നതിനെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുന്നു. കേരളം ഇന്ന് ഒരു വിധത്തിൽ നിൽക്കുന്നത് തന്നെ നമ്മുടെ ആളുകൾ പരദേശികളായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ് ജോലി ചെയ്യുന്നതുകൊണ്ടും കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ദാരിദ്ര്യത്തിലും വേദനയിലും പ്രയാസത്തിലും സങ്കടത്തിലുമായിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവരിലേക്ക് ഒന്ന് കടന്നു ചെല്ലാൻ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ എൻ്റെ കർത്താവിനോടുകൂടി മരിക്കേണ്ടതിന് ഞാനും പോകാം എന്ന് പറഞ്ഞ മർത്തോമാ സ്ലീഹായുടെ പൈതൃകം, അതെങ്ങനെയാണ് നമുക്കൊന്ന് പ്രായോഗികമാക്കാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് ശാന്തമായിട്ട് നാം ചിന്തിക്കേണ്ടതാണ്. കരയുന്നവരോട് കൂടെ കരയാനായിട്ട് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവാനും. ചിലപ്പോഴൊക്കെ നേരെ തിരിഞ്ഞു പോകും. യേശുതമ്പുരാൻ ഇവിടെ വന്ന് കരയുന്നു. ഈ കരച്ചിൽ ലാസറിനെ ഓർത്ത് മാത്രമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എങ്കിലും വേദനിക്കുന്ന ആ മനുഷ്യരോട് താൻ പങ്കുചേരുകയാണ്. അതേസമയം തന്നെ യെരുശലേം ദേവാലയത്തിൽ നീതിക്ക് വേണ്ടി ചില നടപടികൾ എടുത്തപ്പോൾ അവിടെ ബിസിനസ് നടത്തിയിരുന്നതായ മനുഷ്യർക്കുണ്ടായ പ്രയാസങ്ങളിൽ യേശു കരയുന്നുണ്ടോ? അവിടെ ബിസിനസ് നഷ്ടപ്പെട്ടിട്ട് വളരെ പ്രയാസപ്പെട്ടതായ കുടുംബങ്ങളും വ്യക്തികളുമുണ്ട്. എന്നാൽ യേശു കരഞ്ഞില്ല. അവിടെ അതിലും പാവപ്പെട്ട അവഗണിക്കപ്പെട്ട മനുഷ്യർക്ക് ആ ദേവാലയത്തിൻ്റെ പ്രാകാരത്തിലെങ്കിലും ഒന്ന് കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണമുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തുന്നതായ അനീതിയുടെ ഘടനകളെ തട്ടിത്തെറിപ്പിക്കാനായിട്ട് ക്രിസ്തു ശ്രമിക്കുന്നു. ദേവാലയം ശുദ്ധീകരിക്കപ്പെടണം, സഭ ശുദ്ധീകരിക്കപ്പെടണം. അതിനുവേണ്ടി ചില നടപടികൾ എടുക്കണം. അവനോടുകൂടി മരിക്കേണ്ടതിന് ഒരുക്കമാകുന്ന സഹദേന്മാരുടെ ഓർമ്മ നമ്മെ എപ്പോഴും പിന്തുടരേണ്ടതാണ്. എന്നാൽ അതേസമയം തന്നെ ലാസറിനെ പോലെയുള്ള അനുഭവങ്ങളുള്ള കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ, അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ സാന്ത്വനമായി സ്നേഹമായി ഇടപെടാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്നേഹവും വിശ്വാസവും ഒക്കെ യാഥാർത്ഥ്യമാകുന്നതും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നതും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീനെന്ന യേശുവിൻ്റെ വചനം നമുക്ക് ഓർക്കാം. മൂന്നാമത്, ഖബർ തുറന്ന് കാണുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ക്രിസ്തുവിനെ നമുക്കൊന്ന് കാണാം. ഖബറിങ്കിലേക്ക് വന്നു. എവിടെയാണ് അവനെ വെച്ചതെന്ന് ചോദിച്ച് അവിടേക്ക് വരികയാണ്. ആദമേ നീ എവിടെയെന്ന് വിളിച്ചു ചോദിച്ച ദൈവത്തെ പോലെ അറിയാൻ മേലാഞ്ഞിട്ടല്ല, എവിടെയാണ് ആ തകർച്ച അതൊന്ന് കാണാൻ തക്കവണ്ണം ഖബറിങ്കിലേക്ക് കടന്നു വരുന്നു. ക്രിസ്തുവിനെല്ലാം അറിയാം. ഒരു നിമിഷം കൽപ്പിച്ചാൽ
കല്ല് നീങ്ങാതെ തന്നെ, കബറ് മൂടിയിരിക്കുന്നതായ കല്ല് നീങ്ങാതെ തന്നെ ലാസർ പുറത്തു വരാനിടയാകും. എന്നിട്ടും ആ കല്ല് നീക്കുവാൻ തക്കവണ്ണം അവിടെ കൂടി നിന്നവരോടായിട്ട് പറയുകയാണ്. അവിടെയും വളരെ നിരുത്സാഹപ്പെടുത്തുന്നതായ മറുപടികൾ നാം കേൾക്കുന്നുണ്ട്. വീണ്ടും കല്ല് നീക്കാനായിട്ട് പറഞ്ഞ് കല്ല് നീക്കപ്പെടുന്നു. ഒന്ന്, ഇതിൽ നിന്ന് നാം ഓർക്കേണ്ടത്, മരണത്തിൻ്റെ യഥാർത്ഥ മുഖമൊന്ന് കാണാൻ ക്രിസ്തു ഒരവസരം ഒരുക്കുകയും കൂടിയായിരുന്നു. ഈ ലോകപ്രകാരമുള്ള ഒരു ജീവിതത്തിൻ്റെ അന്ത്യാവസ്ഥ എന്താണെന്നൊന്ന് കാണുവാനായിട്ട്, കവർ തുറക്കുവാനായിട്ട് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ശീമാ നമസ്കാരത്തിൽ ഇങ്ങനെ പാടുന്നുണ്ട്: കബറു തുറന്നു നിരീക്ഷിക്കാം, വീരന്മാരും സുന്ദരരും നിശേഷം നാശം പൂണ്ടു. അവരയ്യോ മണ്ണായി, കർത്താവേ സഹതാപം നിൻ പ്രതിരൂപത്തോടു തോന്നണമേ. കബറ് തുറന്ന് നിരീക്ഷിക്കാം. സാധാരണഗതിക്ക് സാധ്യമാകുന്ന കാര്യമല്ല, ആക്ഷരികമായിട്ട് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ ധ്യാനത്തിലൂടെ കബറ് തുറന്ന് നിരീക്ഷിക്കുവാൻ കഴിയുമ്പോൾ ജീവിതം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുകയും ഫലപൂർണമാവുകയും ചെയ്യും. പരിശുദ്ധ പരുമല തിരുമേനി തൻ്റെ വലിയ ഗുരുവായി കരുതിയിരുന്ന, തൻ്റെ ജീവിതത്തിന് വളരെ പ്രചോദനം നൽകിയതായ ആദിമ നൂറ്റാണ്ടിലെ സന്യാസ പിതാവായിരുന്ന പരിശുദ്ധനായ അന്തോണിയോസ് ഈ ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: ഓരോ ദിവസവും താൻ മരിക്കാൻ പോകുന്നു എന്ന വിധം കരുതി തിന്മയുടെ ചിന്തകളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ കാത്തുകൊള്ളണം. ഇത് തൻ്റെ ശിഷ്യന്മാരെ ആ പിതാവ് നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്നു. വിശുദ്ധ പിതാക്കന്മാരൊക്കെ പ്രായോഗികമാക്കിയിരുന്ന ഒരു ആത്മീയ ചര്യയായിരുന്നു ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചുള്ള ധ്യാനം, കബറ് തുറന്ന് നിരീക്ഷിക്കുന്ന അനുഭവം. പരിശുദ്ധ പരുമല തിരുമേനി ഓർമ്മിപ്പിച്ചിരുന്നുവല്ലോ, മരണം എല്ലാവർക്കും വാതിൽക്കൽ തന്നെ നിൽക്കുന്നുവെന്ന് എപ്പോഴും ഓർത്തുകൊള്ളണം. ഇത് തിരുവചനം വായിക്കുന്നത് പോലെയും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് പോലെയും പ്രാർത്ഥിക്കുന്നത് പോലെയും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ആയിത്തീരേണ്ടതായ ഒരു ആത്മീയ അനുഷ്ഠാനമാണ്. ഒരാധുനിക ചിന്തകൻ റോബിൻ ശർമ്മ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: കണക്ടിങ് ടു മൈ മോർട്ടാലിറ്റി ബ്രീത്ത്സ് മോർ ലൈഫ് ഇൻ ടു മൈ ഡേയ്സ്, ഇറ്റ് എനർജൈസസ് മീ. നശ്വരതയെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ ഓരോ ദിനങ്ങളെയും സജീവമാക്കി മാറ്റുന്നു. യേശുദമ്പുരാൻ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം ആ കുടുംബം സന്തോഷത്തോടെ നന്ദി സൂചകമായിട്ട് ഒരു വിരുന്ന് കൊടുക്കുന്ന അവസരത്തിൽ ലാസറിൻ്റെ സഹോദരി മറിയ യേശുവിൻ്റെ കാൽക്കലിരുന്ന് ആ കാലിൽ വിലയേറിയ തൈലം ഒഴിച്ച് പൂശുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ചുള്ള വിമർശനം വന്നു. ആ അവസരത്തിൽ ക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി അവർ അത് സൂക്ഷിച്ചിരുന്നതായി കരുതുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അവൾ അത് സൂക്ഷിച്ചിരുന്നതായി കരുതുക. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 7-ാം വാക്യം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശവസംസ്കാരത്തെക്കുറിച്ച് പറയുക, ശവസംസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇത് ഈ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് വ്യക്തമായി വരുന്നുണ്ട്. ഇതൊക്കെ ഓർത്ത് ഒരിക്കൽ മാതൃദേവാലയത്തിൽ ഞാനൊരു കാര്യം പ്രസ്താവിക്കാനിടയായി. ഞങ്ങളുടെ 2 മുൻ വികാരിമാരായിരുന്നവർ പെട്ടെന്ന് മരിച്ചുപോയ ഒരു പശ്ചാത്തലത്തിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ നാഗപ്പൂരിൽ നിന്ന് ഞാലിയാകുഴിയിലെ എൻ്റെ മാതൃ ഇടവകയിൽ വന്ന അവസരത്തിൽ വിശുദ്ധ കുർബാന ചൊല്ലിയിട്ട് അതിൻ്റെ പിന്നാലെ ആ വന്യ വൈദികരുടെ മരണത്തെക്കുറിച്ചുമൊക്കെ ഓർത്ത് ചില കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെയൊന്ന് പറഞ്ഞു പോയി. നമ്മുടെ ഇടവകയിൽ ഒരു പൊതു ശവക്കല്ലറയുള്ളൂ. എൻ്റെ മരണമുണ്ടായാൽ സെപ്പറേറ്റ് ഒരു ഖബറുണ്ടാകാൻ പാടില്ല.
ആ പൊതുക്കല്ലറയിൽ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ വ്യത്യസ്തമായിരിക്കുന്ന ഒരു കബറ് ആവശ്യമില്ല, അതിൽ അടക്കിയാൽ മതി എന്ന് പൊതുവായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ അതിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞു. പക്ഷേ അതിനുശേഷം ബന്ധുമിത്രാദികളിൽ നിന്ന് ഞാൻ വളരെയധികം വിമർശനം കേൾക്കേണ്ടി വന്നു. അച്ഛനിങ്ങനെ ചെറുപ്പമായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യമൊക്കെയാണോ പറയുന്നതെന്ന് ഓർത്ത് പലരും സ്നേഹത്തോടെയാണ് അല്പം വിമർശനത്തോടുകൂടി പല കാര്യങ്ങൾ പറഞ്ഞത്. പൊതുവെ ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ശവസംസ്കാരത്തെക്കുറിച്ചുമൊക്കെ ജീവനോടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജീവന്റെ പ്രസരിപ്പിൽ നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത് അത്ര ഉചിതമല്ല എന്നുള്ളൊരു ചിന്ത നമുക്കൊക്കെ പലപ്പോഴുമുണ്ട്. എന്നാൽ യേശുദമ്പുരാൻ അതിനെ നമുക്കിവിടെ തിരുത്തി തരികയാണ്. കബറെന്ന് തുറന്ന് നിരീക്ഷിക്കാൻ പറയുക മാത്രമല്ല, തന്നെ ശവസംസ്കാരത്തെക്കുറിച്ചുള്ള പരാമർശം ഇവിടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൻ്റെ താൽക്കാലികതയെക്കുറിച്ചുള്ള ഓർമ്മ കൂടുതൽ ജീവിതത്തെ ദൈവികമാക്കാനും കൂടുതൽ ഫലപൂർണ്ണമാക്കാനും തക്കവണ്ണം നമ്മളെ സഹായിക്കും. പരിശുദ്ധന്മാരുടെ, പരിശുദ്ധ പരിമള തിരുമേനിയുടേതുൾപ്പെടെ പെരുന്നാളായിട്ട് നാം ആചരിക്കുന്നത് ജീവിത അന്ത്യം സംബന്ധിച്ച ഓർമ്മയോട് ബന്ധപ്പെടുത്തിയാണ്. ജനനം വലിയ സെലിബ്രേഷൻ അല്ല ഓർത്തഡോക്സ് ക്രിസ്തീയ പാരമ്പര്യത്തിൽ. ജന്മദിനം മരണദിനമാണ്. വിജയകരമായി അനുഗ്രഹകരമായി വിശ്വാസ ജീവിതം പൂർത്തീകരിച്ച് ചരിത്രത്തിൽ നിന്ന് കടന്നു പോകുന്ന അനുഭവം, അതാണ് നമുക്ക് വളരെയധികം കൃതാർത്ഥതയോടെ പ്രത്യാശയോടെ ഓർക്കുവാനായിട്ടുള്ളത്. നാലാമതായി നമുക്ക് ഈ വേദഭാഗത്തു നിന്ന് ക്രിസ്തുവിനെ ശ്രദ്ധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ശക്തി പുറപ്പെടുവിച്ച് ജീവൻ നൽകുന്ന ക്രിസ്തുവിനെയാണ്. ഖബറിലേക്ക് വളരെ ശക്തമായി കൽപ്പിച്ചപ്പോൾ മരിച്ച് 4 ദിവസമായി ദുർഗന്ധം വമിച്ചു തുടങ്ങിയതായ ലാസർ ജീവൻ വെച്ച് ജീവനോടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഒന്നുമില്ലാതിരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സർവവും ഉണ്ടായി വന്നത് ആരുടെ ശബ്ദത്തിലാണോ ആ വചനം ഈ ഖബറിന്റെ മുമ്പിൽ ശബ്ദിക്കുകയാണ്. ഇത് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ മുന്നാസ്വാദനമാണ്. ചരിത്രത്തിന്റെ അന്ത്യത്തിൽ നാം ഒക്കെ അനുഭവിക്കാനിരിക്കുന്ന തൻ്റെ വലിയ മഹത്വത്തോടെ പ്രത്യക്ഷമാകുമ്പോൾ ക്രിസ്തു സന്നിധിയിൽ നിന്ന് ശബ്ദം കേട്ട് ഖബറുകൾ പൊളിയുന്ന അവസരത്തിൽ നമ്മുടെ കടന്നുപോയവരും ചിലപ്പോൾ നാമും ഒക്കെ അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു മുന്നാസ്വാദനമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, അത്ഭുതങ്ങൾ പ്രത്യേകിച്ച് ഇതാ ഈ ചരിത്രത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി അത്ഭുതാവഹമായി കടന്നു വന്നു എന്നുള്ളതിൻ്റെ പ്രഖ്യാപനങ്ങളായിരുന്നു. രോഗത്തിൻ്റെ മേലുള്ള ശക്തി, തിന്മയുടെ ശക്തികളുടെ മേലുള്ളതായ വിജയം, മരണത്തിൻ്റെ മേലുള്ളതായ ദൈവികമായിരിക്കുന്ന ശക്തി, പ്രകൃതി ശക്തികളെ പോലും നിയന്ത്രിക്കുന്നതായ ദൈവിക അനുഭവം, ഇതെല്ലാം കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയായിരുന്നു. ദൈവരാജ്യം ഇതാ ഈ ചരിത്രത്തിലേക്ക് വന്നിരിക്കുന്നു. ദൈവരാജ്യം എന്നുള്ള വാക്ക് നിരന്തരം ഉപയോഗിക്കപ്പെടുകയാണ്. രാജ്യം രാജാവിൻ്റെ ഭരണമാണ്. രാജാവിൻ്റെ പവറും ശക്തിയും നടപ്പാവുകയാണ്. സംരക്ഷണം അവിടെ ലഭ്യമാവുകയാണ്. ദൈവം രാജാതിരാജാവായി തീരുന്ന ഒരു അനുഭവത്തെക്കുറിച്ചുള്ള സൂചനയാണ്. അവിടെ മനുഷ്യജീവിതത്തെ തളർത്തിക്കളയുന്ന, നിരാശപ്പെടുത്തുന്ന എല്ലാ നെഗറ്റിവിറ്റീസിൻ്റെയും മേൽ വിജയം ക്രിസ്തുവിൽ സാധ്യമാണ് എന്ന് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയും. അതനുഭവിച്ചറിഞ്ഞ ഒരു അപ്പോസ്തലനാണല്ലോ കാരാഗ്രഹത്തിൽ കടക്കുമ്പോൾ പോലും പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മൂലം ഞാൻ സകലത്തിലും മതിയാകുന്നു. സാധാരണഗതിക്ക് സാധിക്കാത്ത കാര്യമാണ്. കൃപാസനത്തിങ്കിലേക്ക് അടുത്ത് വന്നത് അനുഭവിച്ചതായ ഒരു വ്യക്തി ജീവിതം മുഴുവൻ സുവിശേഷത്തിന് വേണ്ടി സമർപ്പിച്ച് ഒടുവിൽ തനിക്ക് ഈ ഗതികേട് വന്നല്ലോ എന്ന് ചിന്തിക്കേണ്ട സമയത്ത് ഫിലിപ്പിയിലെ ആളുകളെ വിശ്വാസത്തിൽ ബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം അവരെ പ്രചോദിപ്പിക്കുന്നു.
എന്നിട്ട് പറയുകയാണ് ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ഇരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇതൊക്കെ സാധ്യമാകുന്നത് ക്രിസ്തു എന്നെ ശക്തീകരിക്കുന്നു. കർത്താവ് പറഞ്ഞു, എന്നിൽ വസിപ്പിൻ, നിങ്ങൾ വളരെ ഫലം കായ്ക്കും. എന്തുകൊണ്ടോ ചേർന്നിരിക്കാത്തത് കൊണ്ടും ക്രിസ്തുവിൽ വസിക്കാത്തത് കൊണ്ടുമൊക്കെയാണോ അവിടുന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ പോകുന്നതെന്നുള്ളത് ചിന്തിക്കണം. യേശുക്രിസ്തു തമ്പുരാന്റെ ഏറ്റവും അവസാനത്തെ വാചകം ഈ ചരിത്രത്തിൽ നിന്ന് നിഷ്ക്രമിക്കുന്നതിന് മുമ്പായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞതാണല്ലോ, നിങ്ങൾ യെരൂശലേമിൽ തന്നെ കാത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമരിയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുക, ഏത് സാഹചര്യങ്ങളിലും തളരാതെ ദൈവിക സാക്ഷ്യം നിർവഹിക്കാൻ തക്കവണ്ണം ശിഷ്യന്മാർ ശക്തരായി മാറി. റോമൻ സാമ്രാജ്യത്തിൻ്റെ അതിശക്തമായിരിക്കുന്ന എതിർപ്പുകളെ മുഴുവൻ നേരിട്ടുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിലുടനീളം നടന്ന് ലോകത്തിൻ്റെ അറ്റത്തോളം പോയി ക്രിസ്തുവിന് സാക്ഷ്യം നിർവഹിക്കുവാനും ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവിക അനുഭവത്തെ അനുഭവിച്ചറിഞ്ഞ് പങ്കുവെക്കാനും തക്കവണ്ണം ശിഷ്യന്മാർ ശക്തരായി മാറിയത് ആത്മനിറവിലാണ്. പരിശുദ്ധാത്മാവേ വന്ന് ഞങ്ങളെ നവീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. നമുക്ക് ജ്ഞാനത്തിൻ്റെ കുറവല്ല ഇന്നത്തെ പ്രശ്നം, ശക്തിയുടെ കുറവാണ്. ഇന്ന് ഇൻഫർമേഷൻ റെവല്യൂഷൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇൻഫർമേഷൻ എന്തും നമ്മുടെ വിരൽത്തുമ്പിൽ എപ്പോഴും ലഭ്യമാവുകയാണ്. ഗൂഗിളിനെ പോലും ദൈവമായി കരുതുന്ന ഒരു ആരാധക സമൂഹം രൂപപ്പെട്ടു വരുന്നോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജ്ഞാനം, അറിവ് തേടുന്നതുമെല്ലാം നല്ല കാര്യങ്ങളാണ്. എന്നാൽ യഥാർത്ഥ ജ്ഞാനവും അതിലുപരി ശക്തിയുമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ അറിവുണ്ടെങ്കിലും വേണ്ട രീതിയിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുവാനോ സാക്ഷ്യം നിർവഹിക്കാനോ ഒക്കെ കഴിയാതെ പോവുകയാണ്. അതിന് ശക്തീകരിക്കുന്ന, കബറിങ്കിലേക്ക് കടന്നിയെന്ന് ലാസറിനെ പിടിച്ചുയർത്തിയതുപോലെ പുറത്തേക്ക് കൊണ്ടുവരുന്ന, ജീവൻ പകരുന്നതായ, സമൃദ്ധമായിരിക്കുന്ന ജീവൻ നൽകുന്ന ആ ശബ്ദം കേൾക്കുവാൻ, അനുഭവിക്കുവാൻ, ആ ക്രിസ്തുവിൻ്റെ കൃപാസനത്തെങ്കിലേക്ക് അടുത്തു വരാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ. കർത്താവ് നടത്തുന്ന അനേക അത്ഭുതങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നല്ലോ ഗദരദേശത്തെ രോഗബാധിതന്റെ സൗഖ്യം. ഭൂതബാധിതനായ മനുഷ്യന്റെ അടുക്കൽ ക്രിസ്തു വരുന്നതിന് മുമ്പുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, അവിടെ പലരും അവനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ചിലരൊക്കെ ചങ്ങല വാങ്ങിച്ച് ആ ചങ്ങലക്കിട്ട് അവനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യരുടെ അറിവുകളിൽ നിന്ന് മാത്രമുള്ള ധാരാളം പരിശ്രമങ്ങൾ അവിടെ നടക്കുന്നു. ചില സന്ദർഭങ്ങളിലൊക്കെ അതൊക്കെ അല്പം സഹായകരമായേക്കാം. പക്ഷേ അങ്ങനെയുള്ള മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിൻ്റെ ശക്തി ഒഴുകിയപ്പോൾ ആ മനുഷ്യൻ സുബോധം പൂണ്ടു. അവൻ ആ പ്രദേശത്ത് അനേകർക്ക് വെളിച്ചമായിട്ട് മാറുന്നതായിട്ട് വിശുദ്ധ മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് മരണത്തിൻ്റെ ശക്തിയെ പോലും കീഴ്പ്പെടുത്തി മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നതാകയാൽ നമുക്ക് പ്രത്യാശയോടെ ഈ കാര്യങ്ങൾ ധ്യാനിക്കുവാൻ കഴിയും. സ്വന്തം മരണത്തെക്കുറിച്ചും ഓർക്കുവാൻ കഴിയും. കൂടുതൽ ശക്തി പ്രാപിക്കാൻ തക്കവണ്ണം നമുക്ക് ഒരു വലിയ കൃപാസനം തുറന്നു ലഭ്യമായിരിക്കുകയാണ് തൻ്റെ ഉയർപ്പിലൂടെ. ആ ക്രിസ്തുവിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ വീണ്ടും കല്ല് നീക്കപ്പെടണം. നമ്മുടെ തകർന്ന ജീവിതാനുഭവങ്ങളും ക്രിസ്തുവും തമ്മിൽ കാണാൻ തക്കവണ്ണം, ബന്ധപ്പെടാൻ തക്കവണ്ണം തടസ്സമായി നിൽക്കുന്ന കല്ലുകൾ കണ്ടെത്തി അതിനെ നീക്കുന്ന അനുതാപത്തിൻ്റെ അനുഭവത്തിലാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി നമുക്ക് എൻജോയ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും കഴിയുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ക്രിസ്തു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് തന്നെ അനുതാപത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ അനുതപിക്കുവീൻ, മാനസാന്തരപ്പെടുവീൻ. ചരിത്രത്തിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ അന്ത്യത്തിൽ നടക്കാനിരിക്കുന്നതായ സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സൂര്യൻ ഇരുണ്ടു പോവുകയും നക്ഷത്രങ്ങൾ വീണു പോവുകയും ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ക്രിസ്തു പറയുന്നു.
ഒരു പുതിയ യുഗവും പുതിയ ആകാശവും പുതിയ ഭൂമിയും തുറക്കപ്പെടുന്നതിൻ്റെ പശ്ചാത്തലമാണ് നിലവിലിരിക്കുന്നതായ ഈ ഭൗമിക യാഥാർത്ഥ്യങ്ങളുടെ തകർച്ച എന്ന് പറഞ്ഞതുപോലെയാണ് നാം മുറുകെ പിടിച്ച് താലോലിക്കുന്നതായ ദൈവിക വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളുടെ തകർച്ചയിലാണ് ഒരു പുതിയ അനുഭവം രൂപപ്പെടുന്നത്. പുതിയ ആകാശവും പുതിയ ജീവനും ജീവിതത്തിലുണ്ടാകുന്നത്. യഥാർത്ഥ അനുതാപത്തിൽ സ്വർഗരാജ്യം നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. അതുകൊണ്ടാണല്ലോ ക്രിസ്തു പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുമെന്ന് പറഞ്ഞിട്ട്, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ കൂടെ വാസം ചെയ്യും, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് എൻ്റെ വികാരങ്ങളുടെയും എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ചിന്താഗതി മാറ്റിയിട്ട് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി സമർപ്പിക്കുന്ന അനുതാപത്തിൻ്റെ അനുഭവത്തിൽ തീർച്ചയായും സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷവും സംതൃപ്തിയും സമാധാനവും ജീവിതത്തിലേക്ക് കടന്നു വരികയായി. ഒരു പുതിയ യുഗവും പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടെ തുറക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ശക്തി നമുക്ക് തുറന്നു കിട്ടുന്നതും അനുഭവിക്കാൻ കഴിയുന്നതും തടസ്സമാകുന്ന കല്ലുകളൊക്കെ ഒന്ന് നീക്കി ആത്മാർത്ഥമായി കുമ്പസാരിക്കുമ്പോൾ, അനുദപിക്കുമ്പോഴാണ്. അവസാനമായി ഓർമ്മിപ്പിക്കുവാനുള്ളത്, നന്ദി അർപ്പണം സ്വീകരിക്കുന്ന ക്രിസ്തുവിനെ സംബന്ധിച്ചാണ്. ലാസറിനെ ഉയർപ്പിച്ച് ആ കുടുംബത്തിന് കൂടി വന്നവർക്കൊക്കെയും വലിയ സന്തോഷത്തിൻ്റെ അനുഭവമായി. ആ കുടുംബം എങ്ങനെയാണ് തങ്ങളുടെ നന്ദിയും സന്തോഷവും അറിയിക്കേണ്ടതെന്ന് ഓർത്ത ഒടുവിൽ ക്രിസ്തുവിനെ വിളിച്ച് വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു വിരുന്നൊരുക്കി. ആ വിരുന്നിൽ ലാസർ യേശുവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. മാർത്തയും മറിയയും ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നു. മറിയ ക്രിസ്തുവിൻ്റെ കാൽക്കലിരിക്കുന്നു, കാല് തൊടുന്നു, കാലിൽ വിലയേറിയ സുഗന്ധതൈലം ഒഴിച്ച് ആ കാല് പൂശി. സാധാരണ യഹൂദ സ്ത്രീകൾ പബ്ലിക്കായിട്ട് ഒരിക്കലും തലമുടി അഴിച്ചിടുന്ന രീതി പോലുമില്ല. അങ്ങനെയൊക്കെ ആയിട്ടും മറിയ തൻ്റെ തലമുടി അഴിച്ചിട്ട് ആ തലമുടി കൊണ്ട് യേശുവിൻ്റെ കാല് തുവർത്തുന്നു. ആ കുടുംബം മുഴുവൻ അവരുടെ നന്ദി അർപ്പിക്കുന്ന ഒരു വലിയ ഡിന്നറിൽ പങ്കുചേരുകയാണ്. ഒരു വലിയ യൂക്കറിസ്റ്റാണ്. യൂക്കറിസ്റ്റ് മീൻസ് താങ്ക്സ് ഗിവിങ്. ആ കുടുംബത്തിൻ്റെ ഒരു ആരാധനയാണ്, ഒരു നന്ദി അർപ്പണമാണ്. ദൈവത്തിൻ്റെ അനന്തമായിരിക്കുന്ന കൃപ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ക്ഷണത്തിൽ അതുമാത്രമാണ് അവശേഷിക്കുന്നത്. നന്ദി അർപ്പണം, സന്തോഷവും നന്ദിയുമെല്ലാം അർപ്പിച്ച് അവരവരെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. നന്ദിയുള്ളവരാകുക എന്നാൽ നാം അനുഭവിക്കുന്ന എല്ലാത്തിലും ദൈവത്തിൻ്റെ സ്നേഹം അറിയുന്ന അനുഭവമാണ്. നാം ശ്വസിക്കുന്ന വായുവിലും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും ലഭിക്കുന്ന സ്നേഹബന്ധങ്ങളിലും അനുഭവിക്കുന്ന ആരോഗ്യത്തിലും എല്ലാം ദൈവത്തിൻ്റെ കയ്യൊപ്പ് കാണുക, അത് നന്ദിയോടെ ഓർക്കുക. ബഹുമാനപ്പെട്ട വന്യനായ ടി.ജെ. ജോഷുവ അച്ഛൻ തൻ്റെ ചില ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ചെറിയ പരാമർശം നടത്തി. നമുക്ക് പലർക്കും അറിയാം എത്രയെത്ര രോഗങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോന്ന മൗനിയായി 7 ദിവസം എന്നുള്ള ആ പുസ്തകവും അതുപോലെയുള്ളതായ തൻ്റെ അനേക സാക്ഷ്യങ്ങളിലൂടെയും ആ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വലിയ കൃപയാണെന്നുള്ളത് എപ്പോഴും ഓർത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. നമുക്കൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങളെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. 3 വർഷങ്ങൾക്ക് മുമ്പ് ഡെങ്കിപ്പനി നമ്മുടെ നാട്ടിൽ വ്യാപിച്ച സന്ദർഭത്തിൽ ഡെങ്കിപ്പനി ബാധിച്ച് എൻ്റെ പിതാവ് മരിച്ച് തൊട്ടു പിന്നാലെ ഞാനും ഡെങ്കു ഫീവറായി ആശുപത്രിയിൽ അഡ്മിറ്റായി കുറേ നാളുകൾ ICUയിലുമൊക്കെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മരണം അടുത്തു വന്ന് തുറച്ചു നോക്കുന്ന ഒരു സന്ദർഭം. അവിടെ ക്രിസ്തു ക്രൂശിൽ കിടന്ന് മരിച്ച് ഒരു ശൂന്യതയിലേക്ക് വീഴുകയല്ലായിരുന്നല്ലോ, പിതാവിൻ്റെ ശാശ്വതമായ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുകയായിരുന്നല്ലോ എന്നൊന്ന് ഓർക്കാൻ കഴിഞ്ഞപ്പോൾ മരണമാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് പ്രത്യാശയോടെ കാണാൻ തക്കവണ്ണമുള്ള കൃപ പ്രാപിച്ച സന്ദർഭമായിരുന്നു. സഭയായി കൂട്ടായി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് എങ്ങനെ
അത്ഭുതാവഹമായി സൗഖ്യം ലഭിക്കുന്നു എന്നുള്ളത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞ നിമിഷങ്ങളായിരുന്നു. സൗഖ്യം ലഭ്യമായി പരിശോധിച്ച ഡോക്ടറെ കണ്ട് ഒരു താങ്ക്സ് പറയാനായിട്ട് ഞാൻ കടന്നു ചെന്നു അമൃത ഹോസ്പിറ്റലിൽ. ഡോക്ടറോട് അത് പറഞ്ഞപ്പോൾ ഡോക്ടർ വസന്ത് എന്നോട് പറഞ്ഞു, ഫാദറെ, എന്നോടല്ല നന്ദി പറയേണ്ടത്, ദൈവത്തിനാണ്, ഈശ്വരനാണ് നന്ദി കൊടുക്കേണ്ടത്. അത്ര പ്രയാസകരമായ സാഹചര്യമായിരുന്നു, ദൈവം സഹായിച്ചു എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതിനുശേഷം പാമ്പാടി ദേറായിൽ വന്ന് കുറേ ആഴ്ചകൾ വിശ്രമിച്ചതിന് ശേഷം, കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ശക്തമായി കടന്നു വന്നതായ ചിത്രം ഈ ലാസറിൻ്റെ ചിത്രമായിരുന്നു. ലാസർ, ആ കുടുംബം നന്ദി അർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം കൊടുത്തപ്പോൾ യേശുവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇതുപോലെ വിശുദ്ധ കുർബാനയിൽ ഈ യൂക്കറിസ്റ്റിൽ പങ്കുചേരുകയാണല്ലോ എന്ന് ഓർക്കാനായിട്ടിടയായി. ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കുകയാണല്ലോ എന്ന് ഓർക്കാൻ കഴിഞ്ഞു. ധാരാളം വിശുദ്ധ കുർബാനകൾ സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും അങ്ങനെയൊന്നും ഓർക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. നമ്മുടെ ആരാധന അത് ആത്മാവാകുന്ന ആലയത്തിൽ നിരന്തരം നടക്കേണ്ടതാണ്. അങ്ങനെ നിരന്തരം ഹൃദയത്തിൽ നടക്കുന്ന ആരാധനയുടെ ഒരു കൾമിനേഷനാകണം, അതിൻ്റെ പരിസമാപ്തിയാകണം നമ്മുടെ പള്ളിയിൽ വന്നുള്ളതായ വിശുദ്ധ കുർബാനയും ആരാധനയും ഒക്കെ. സർവത്തിനും വേണ്ടി, സർവത്തിൻ്റെയും ദാനദാതാവായിരിക്കുന്ന ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നത് വഴി നമ്മുടെ അഹന്തയിൽ നിന്ന് നാം സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. മറ്റുള്ള ഒരാളോടാണെങ്കിലും ഒരു നന്ദി പറയാൻ കഴിയുമ്പോൾ ഒരു വിധത്തിൽ നമ്മുടെ ഈഗോയിൽ നിന്ന് പുറത്തേക്കൊന്ന് കടക്കാൻ തക്കവണ്ണം നമുക്ക് അവസരം ലഭിക്കുകയാണ്. അതല്ലെങ്കിൽ മറ്റ് പലതിനെയും നമ്മൾ ആരാധിച്ച് ദൈവാരാധനയിൽ നിന്ന് മാറുകയും കൂടുതൽ അവസാനം സ്വയം ആരാധന നടത്തി അഹന്തയിലും ധാർഷ്ട്യത്തിലുമൊക്കെ ചെന്ന് അവസാനിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടാകാം. യേശുദമ്പുരാൻ പറഞ്ഞിട്ട് വലതുവശത്തേക്ക് നീക്കി വല വീശി ധാരാളം മത്സ്യം ലഭിച്ചപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് പെരുത്ത മേൻകൂട്ടം കിട്ടിയപ്പോൾ വിളിച്ചു പറഞ്ഞു, അത് കർത്താവാകുന്നു. ക്രമേണ ശിഷ്യന്മാരെല്ലാവരും അവിടേക്ക് നീങ്ങുകയാണ്. ഇന്നുണ്ടാകുന്ന തകർച്ച, പ്രോസ്പെരിറ്റിയും സൗകര്യങ്ങളും വരുമ്പോൾ അതിനെ നോക്കി കൂടുതൽ ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ എല്ലാം സ്രോതസ്സിലേക്ക് കടന്നു ചെല്ലാൻ കഴിയാതെ അവിടെ തന്നെ അതിനെ ആരാധിച്ച് വള്ളത്തേലിരിക്കുകയാണ്. കരയ്ക്ക് ചെന്ന് ക്രിസ്തുവിനെ കാണാൻ, അത് കർത്താവാകുന്നുവെന്ന് പറയാൻ, കർത്താവ് മുഖാന്തരമാണ് എന്ന് പറയാൻ തക്കവണ്ണം കഴിയാതെ പോവുകയാണ്. ലാസറിൻ്റെ ഈ ഒരു അനുഭവം ആ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക്, കൂടുതൽ ദൈവാശ്രയത്തിലേക്ക് നയിച്ചു, യഥാർത്ഥ ആരാധനയിലേക്ക് നയിക്കുകയാണ്. അതുണ്ടായിരുന്നില്ലെങ്കിൽ അവസാനം അവർ ലാസറിനെ ആരാധിക്കുമായിരുന്നു. ലാസറിന് ആരാധന കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് തരം താണു പോകുമായിരുന്നു. പരിശുദ്ധ പരിമല തിരുമേനിയെ നാം ആരാധിക്കുന്നില്ല, ആദരിക്കുന്നു. പരിശുദ്ധ പരിമല തിരുമേനിയിൽ ധാരാളം നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. തിരുമേനിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആരാധന ആത്യന്തികമായിട്ട് ദൈവത്തിന് നൽകണമെന്നാണ്. ലാസറിനെ പോലെ മരിച്ച അവസ്ഥയിലായി പരിശുദ്ധ പരിമല തിരുമേനി ചെറുപ്പകാലത്ത് തൻ്റെ സ്നേഹഭാജനമായ തൻ്റെ പിതാവിൻ്റെ സഹോദരനായ ഗീവർഗീസ് മൽപ്പാനച്ചന് വസൂരി ബാധിച്ച സന്ദർഭത്തിലും കൂടെ നിന്ന് പരിചരിച്ചൊടുവിൽ തനിക്കും അസുഖം ബാധിച്ച് മരണം മുഖാമുഖം കണ്ട നിമിഷങ്ങളുണ്ടായി. അതിനുശേഷം ദൈവത്തിൻ്റെ അനന്തമായ കൃപയാൽ സൗഖ്യം ലഭ്യമായി കഴിഞ്ഞപ്പോൾ തൻ്റെ ശിഷ്ടായുസ് മുഴുവൻ ഈ സഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കാൻ തക്കവണ്ണം കുറച്ചുകൂടെ ശക്തമായി ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് പരിശുദ്ധ പരിമല തിരുമേനിക്ക് സാധ്യമായി. മലങ്കര സഭയ്ക്ക് ഇങ്ങനെ അതിശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പരിശുദ്ധ ജീവിതത്തെ ലഭ്യമായത് ഇന്ന് കേവലം ഈ മണ്ണിലേക്ക് കാലു ചവിട്ടുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അനുതാപബോധം വരികയാണ്. ആ വിധത്തിലുള്ളതായ ഒരു ജീവിതം നമുക്ക് ഈ മലങ്കരയിൽ ലഭ്യമായതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന് നന്ദി അർപ്പിക്കണം. പരിശുദ്ധ പരിമല തിരുമേനി ക്രിസ്തുവിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ലാസറിനെ പോലെ ലാസർ കൂടെ ഇരുന്നു,
ബാക്കിയുള്ളവർ ശുശ്രൂഷിക്കുന്നു. പരിശുദ്ധ പരിമല തിരുമേനി യേശു ക്രിസ്തുവിൻ്റെ കൂടെയാകുന്ന അനുഭവം. എന്നാൽ ആരാധന നൽകുന്നത് ലാസറിനല്ല, ക്രിസ്തുവിനാണ്. ഈ പെരുന്നാൾ പരിമല തിരുമേനിയുടെ പ്രേരണയിൽ, മധ്യസ്ഥതയിൽ ഈ കൃപാസനത്തിലേക്ക് കൂടുതൽ അടുത്തു വരുന്ന അനുഗ്രഹകരമായ അനുഭവമായി മാറട്ടെ. പൂർണ്ണമായും കൃപ പ്രാപിക്കാൻ തക്കവണ്ണം നിർമ്മലരായിട്ടില്ലായിരിക്കാം, എങ്കിലും ഞങ്ങളെ നിർമ്മലരാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തിയെല്ലാം. ലാസറിൻ്റെ ശനിയാഴ്ച പ്രഭാത നമസ്കാരത്തിലെ സെതറായിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, ഉയർപ്പിപ്പാൻ ഇരുന്നതിനാൽ ലാസറിനെ പ്രതിയല്ല, പിന്നെയോ നശിച്ച് ജീർണാവിശിഷ്ടമായി മരണത്തിനും സാത്താനും ഇരയായി തീർന്ന മനുഷ്യകുലത്തെ പ്രതിയായിരുന്നു നീ കരഞ്ഞത്. കർത്താവ് അതിൻ്റെ തൊട്ടു പിന്നാലെ ഉയർപ്പിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ പോയി കരയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചിന്തയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഈ സദറ എഴുതിയ പരിശുദ്ധ പിതാവിൻ്റെ ഇമാജിനേഷൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഉയർപ്പിപ്പാൻ ഇരുന്നതിനാൽ ലാസറിനെ പ്രതിയല്ല, പിന്നെയോ നശിച്ച് ജീർണാവിശിഷ്ടമായി മരണത്തിനും സാത്താനും ഇരയായി തീർന്ന മനുഷ്യകുലത്തെ പ്രതിയായിരുന്നു നീ കരഞ്ഞത്. എന്നെ ചൊല്ലിയല്ല, നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരണമെന്ന് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ തകർച്ച ഓർത്ത്, ഈ സന്നിധിയിൽ നിന്ന് അകന്നുപോയ കാര്യങ്ങളെ ഓർത്ത് അനുദപിക്കാനും കരയാനും കൂടുതൽ കൃപ പ്രാപിക്കാനും അങ്ങനെ ദൈവത്തിൻ്റെ നാമം കൂടുതൽ അനുഗ്രഹകരമായി മഹത്വപ്പെടാനും തക്കവണ്ണം ഇടയാകട്ടെ. ദൈവ മഹത്വം വെളിപ്പെടാനാണ് പ്രതിസന്ധിയും രോഗവും പോലുമെന്ന് കരുതുന്ന ക്രിസ്തു, വിശ്വാസം ത്യാഗപൂർവമായിരിക്കുന്ന സ്നേഹത്തിലൂടെ പ്രതിഫലിപ്പിക്കുന്ന ക്രിസ്തുവിനെ നാം കണ്ടു. കബറ തുറന്ന് മരണം കാണുവാൻ പഠിപ്പിച്ച, പ്രോത്സാഹിപ്പിച്ച യേശുവിൻ്റെ ചിത്രവും നാം കണ്ടു. ജീവിതത്തിൻ്റെ നശ്വരതയെ ഓർക്കുവാൻ ശക്തി പുറപ്പെട്ട് സമൃദ്ധമായ ജീവൻ നൽകുന്ന, വീണ്ടും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്ന ദൈവിക ശക്തി പുറപ്പെടുവിക്കുന്ന ക്രിസ്തുവിനെ നാം കേട്ടു, കണ്ടു. നന്ദി അർപ്പണം സ്വീകരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അനുഭവിക്കുവാൻ കഴിഞ്ഞു. ഈ ക്രിസ്തു ബന്ധത്തിൽ കൂടുതൽ വളരാനും അതിനായി അനുദപിക്കുവാനും കൂടുതൽ അനുഗ്രഹകരമായ അനുഭവത്തിലേക്ക് പരിശുദ്ധ പരിമല തിരുമേനിയെപ്പോലെ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറാനും തക്കവണ്ണം നമ്മുടെ ധ്യാനവും പ്രാർത്ഥനയും പെരുന്നാൾ ആഘോഷവുമൊക്കെ സംഗതിയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇങ്ങനെയൊരവസരം നൽകിയതിൽ ബഹുമാനപ്പെട്ട മാനേജർ അച്ഛനോടും നിങ്ങളോടെല്ലാവരോടുമുള്ളതായ നന്ദി അറിയിച്ച് പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, ഏറ്റവും പ്രിയപ്പെട്ട TJ ജോഷു അച്ഛൻ, ഏറ്റവും ബഹുമാന്യനായ ബിജേഷ് ഫിലിപ്പച്ചൻ, എത്രയും സ്നേഹിക്കുന്ന ശ്രേഷ്ഠ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ പെരുന്നാളിൽ നമുക്കേവർക്കും ഇവിടെ കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പസമയം ഇരിക്കുവാൻ ദൈവം ഇടയാക്കിയ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. കൊർണേലിയോസിൻ്റെ ഭവനത്തിലേക്ക് പത്രോസ് കടന്നു ചെല്ലുമ്പോൾ കൊർണേലിയോസ് പറയുന്നൊരു മറുപടിയുണ്ട്, വന്നത് ഉപകാരമായി. ഇന്ന് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരുമേനിയുടെ കബറിടത്തിൽ വന്നത് നമുക്കെല്ലാവർക്കും ഉപകാരമായി. ആരെയും അനുഗ്രഹിക്കാതെ, ആരുടെ മേലും കരുണ തോന്നാതെ ആരെയും ദൈവം ഒരിക്കലും പറഞ്ഞയക്കുകയില്ല. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രാർത്ഥന അഖില മലങ്കര പ്രാർത്ഥനാ യോഗത്തിൻ്റെ പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന അഭിവന്ദനായ എബ്രഹാം മാർ എപ്പിപ്പാനിയോസ് തിരുമനസാണ്. മലങ്കര സഭയിലെ ഏത് ആത്മീയ പ്രസ്ഥാനങ്ങളിൽ അത്ര ഉപരിയായി ശ്രേഷ്ഠമായി ഈ പ്രാർത്ഥനാ യോഗത്തെ കൈപിടിച്ചു നടത്തുകയും ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്ത് ഇതിനെ നയിക്കുന്ന ഏറ്റവും വന്ധ്യനായിരിക്കുന്ന അഭിവന്യ എപ്പിപ്പാനിയോസ് തിരുമനസിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അവിടുത്തെ തൃപ്പാത്തിങ്കൽ സമർപ്പിക്കുകയാണ്. ഇന്ന് ഈ പ്രാർത്ഥനായോഗം ഉദ്ഘാടനം ചെയ്തത്
തിരുമേനിമാരുടെ, വൈദികരുടെ, ഞങ്ങളുടെ എല്ലാവരുടെ ഗുരുശ്രേഷ്ഠൻ ബഹുമാനനായ TJ ജോഷുവ അച്ഛനാണ്. അച്ഛൻ പറഞ്ഞ അനുഗ്രഹീത ദൈവവചനം കടന്നു വരുവീൻ എന്നുള്ളതാണ്. കൃപാസനത്തിലേക്ക്, ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക്, ദൈവകരുണയ്ക്കായിട്ട് കടന്നു വരിക. അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛനെ കാണുന്നതും അച്ഛൻ്റെ വായിൽ നിന്ന് ഒരു ദൈവവചനം കേൾക്കുക എന്നുള്ളതും ഈ മലങ്കര സഭയിലെ എല്ലാ വിശ്വാസികൾക്കും എന്നും അനുഗ്രഹവും ആനന്ദവും സന്തോഷവും നൽകുന്നതാണ്. അച്ഛനെ ഇത്രത്തോളം ദൈവം നടത്തുന്ന മഹാകരുണയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ മുഖം വീണ്ടും വീണ്ടും കാണുവാൻ, ഈ വായിൽ നിന്ന് വീണ്ടും വീണ്ടും ദൈവവചനം കേൾക്കുവാൻ നമ്മെ യോഗ്യരാക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അഭിമാനമായിരിക്കുന്ന ഈ പ്രാർത്ഥനയോഗം ഉദ്ഘാടനം ചെയ്ത ശ്രേഷ്ഠനായ ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുശ്രേഷ്ഠൻ മലങ്കര സഭയുടെ ഗുരുരത്നം ബഹുമാനനായ TJ ജോഷുവ അച്ഛനുള്ള നന്ദി, സ്നേഹവും കടപ്പാടും അവിടുത്തെ തൃപ്പാത്തിങ്കൽ സമർപ്പിക്കുകയാണ്. ഇന്ന് അനുഗ്രഹീത ദൈവവചനം പറഞ്ഞ് നമ്മെ അനുഗ്രഹിച്ചത് നാഗ്പൂർ സെമിനാരി പ്രിൻസിപ്പാളായിരിക്കുന്ന ബഹുമാനനായ ബിജേഷ് ഫിലിപ്പ് അച്ഛനാണ്. ദൈവത്തിനറിയാം എപ്പോൾ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. അതിവിടെ ഇരിക്കുന്ന ആരിലും യോഗ്യൻ ആ വാക്ക് പറയുവാൻ ബഹുമാനപ്പെട്ട ബിജേഷ് ഫിലിപ്പ് അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളാണ് അച്ഛനെ ഇത്ര ശക്തമായിട്ട് പറയിപ്പിച്ചത്. ലാസറിന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് കർത്താവ് ഇടപെട്ടതുപോലെ കടന്നു വന്ന ജനസമൂഹമേ, നമ്മുടെ സങ്കടങ്ങളിൽ ദൈവത്തിനറിയാം എപ്പോൾ ഇടപെടണമെന്ന്. ആരും നിരാശയിലാകരുത്. ശ്രേഷ്ഠമാകുന്ന അനുഗ്രഹീത ദൈവവചനം കൊണ്ട് നമ്മെ ദൈന്യനാക്കിയ അനുഗ്രഹിച്ച ബഹുമാന്യനായ ബിജേഷ് ഫിലിപ്പ് അച്ഛനുള്ള നന്ദി, സ്നേഹവും കടപ്പാടും അവിടുത്തെ തൃപ്പാത്തിങ്കൽ സമർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനാ യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നത് ബഹുമാന്യനായ ഗീവർഗീസ് ജോൺ അച്ഛനാണ്. അച്ഛൻ്റെ സേവനം വളരെ പ്രശംസാർഹമാണ്. പതിവിലും അധിക ജനസമൂഹം, പതിവിലും വൈദികരുടെ സാന്നിധ്യം, അച്ഛൻ്റെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് ഇത്രയും ശ്രേഷ്ഠരായ വൈദികർ ആദ്യമായിട്ടാണ് ഒരു പ്രാർത്ഥനായോഗത്തിൽ ഈ സ്റ്റേജിൽ അല്ലെങ്കിൽ മുമ്പിലായാലും കടന്നു വന്നിരിക്കുന്നത്. അച്ഛൻ്റെ ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾക്ക് ആശംസയും അച്ഛൻ്റെ അധ്വാനങ്ങൾക്കും എല്ലാത്തിനും പ്രാർത്ഥനായോഗത്തിൻ്റെ പേരുള്ള നന്ദി, സ്നേഹവും കടപ്പാടും അവിടുത്തെ തൃപ്പാത്തിങ്കൽ സമർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനായോഗത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുണ്ട്, കടന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠരായ വൈദികരുണ്ട്. അവിടെ ഒരു സാന്നിധ്യം ഈ നോട്ടീസ് എല്ലാ പള്ളികളിലും പറയുകയും ചെയ്തു. അതിനുവേണ്ടി ആത്മാർത്ഥരോട് അധ്വാനിച്ച കടന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠരായ വൈദികരുള്ള നന്ദി, സ്നേഹവും അറിയിക്കുകയാണ്. ഈ പ്രാർത്ഥനായോഗത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, കൂടാതെ കടന്നു വന്ന ജനസമൂഹമേ, നിങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. മലങ്കര സഭയുടെ വിവിധ ദേവാലയങ്ങളിൽ നിന്ന്, വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്നതിലുള്ള പ്രത്യേകമായ നന്ദി, സ്നേഹവും കടപ്പാടും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും അറിയിക്കുകയാണ്. ഈ പ്രാർത്ഥനയോഗം ഇവിടെ വയ്ക്കുന്നതിന് ആത്മാർത്ഥമായ അനുവാദങ്ങളും സൗകര്യങ്ങളും എല്ലാ സഹകരണങ്ങളും നൽകിയിരിക്കുന്നത് പരിമല സെമിനാരി മാനേജരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ MC കുര്യാക്കോസ് അച്ഛനാണ്. അച്ഛനോടും കൗൺസിൽ അംഗങ്ങളുള്ള നന്ദി, സ്നേഹവും അറിയിക്കുകയാണ്. കടന്നു വന്ന ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാദരം ക്ഷമിക്കുക. എല്ലാവരോടും ഉള്ള നന്ദി, സ്നേഹവും അറിയിക്കുന്നു.